ആമേൻ. നമുക്കൊരുമിച്ച് ദൈവസന്നിധിയിലേക്ക് കടന്നു വരാം. വീണ്ടും വരുന്ന കർത്താവിൻ്റെ നാമത്തിൻ്റെ വന്ദനങ്ങളെ അറിയിക്കുന്നു. നമുക്കൊരുമിച്ച് ഈ ദിവസങ്ങളിൽ ഏതാണ്ട് 30 ദിനങ്ങളിൽ മുകളിലായി 32-33 ദിവസങ്ങളോളമായി ഈ ആലയത്തിലും പല ഭവനങ്ങളിലുമായി നമ്മൾ പ്രാർത്ഥനയിലിരിക്കുന്നു. ആത്മാവിൻ്റെ വലിയ വലിയ മഹത്വവും ആത്മാവിൻ്റെ വലിയ സാന്നിധ്യവും ആത്മാവിൻ്റെ വലിയ പ്രവർത്തികളും ഈ ദിവസങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ഇതിൻ്റെ അവസാന ദിവസങ്ങളിലേക്ക് അടുക്കും തോറും ദൈവം വലിയവ ചെയ്യാൻ പോകുന്നതിനായി ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. പല മണ്ഡലങ്ങളിലെ തുറവികളെ ദൈവം ചെയ്തു കഴിയും. ഹല്ലേലൂയ. ദൈവത്തിന് എന്ത് പ്രവർത്തിക്കാനുണ്ടോ ആ പ്രവൃത്തി ഈ ദിവസങ്ങളിൽ അത് തലമുറകളുടെ മേൽ, ഭവനങ്ങളുടെ മേൽ, സഭകളുടെ മേൽ, ദേശങ്ങളുടെ മേൽ അവൻ്റെ സാന്നിധ്യം വ്യാപരിക്കാൻ പോകുന്നതിനായി ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുകയാണ്. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ. ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായം 1-2 വാക്യങ്ങൾ. അനന്തരം യഹോവ താൻ അരുളി ചെയ്തിരുന്നത് പോലെ സാറയെ സന്ദർശിച്ചു. താൻ വാഗ്ദത്തം ചെയ്തിരുന്നത് സാറയ്ക്ക് നിവർത്തിച്ചു കൊടുത്തു. അബ്രഹാമിന്റെ വാർദ്ധക്യത്തിൽ ദൈവം അവനോട് അരുളി ചെയ്യുന്നത് അവധിക്ക് സാറ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. ഹല്ലേലൂയ. ആമേൻ. ദൈവം വെച്ച അവധിക്ക് ദൈവം ഒരു അവധി നമ്മുടെ ജീവിതത്തിൽ വെച്ചിട്ടുണ്ട്. എപ്പോഴും നമ്മൾ അറിയണം, ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരു ടൈം വെച്ചിട്ടുണ്ട്, ഒരു റൈറ്റ് ടൈം നമുക്ക് വേണ്ടി വെച്ചിട്ടുണ്ട്. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ആമേൻ. ദൈവം ഒരു സമയം വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവർ ആകാശത്തിൻ്റെ കീഴിൽ എല്ലാത്തിനും ഒരു സമയം വെച്ചിട്ടുണ്ട്. ദൈവം നമുക്ക് വേണ്ടി ഒരു സമയം വെച്ചിട്ടുണ്ട്. പക്ഷെ ഈ സമയത്തെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, തിരിച്ചറിയാതെ പോകുന്നുണ്ട്. ഒന്ന് നിങ്ങളറിയാം, ദൈവം സംസാരിക്കുന്ന ദൈവമാണ്. ദൈവം ഊമവിഗ്രഹമല്ല. ദൈവം ജീവനുള്ള ദൈവമായതുകൊണ്ട് ദൈവം എന്തു ചെയ്യും? ദൈവം സംസാരിക്കും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ദൈവം സംസാരിക്കുകയും ദൈവാത്മാവുള്ളവൻ ഗ്രഹിക്കുകയും ചെയ്യും. എൻ്റെ കൂടെ വരുന്നുണ്ടോ? ദൈവം സംസാരിക്കുന്നത് കേൾക്കുവാൻ എന്തിനെ എൻ്റെ മേൽ തന്നിരിക്കുന്നു? അവൻ്റെ ആത്മാവിനെ എൻ്റെ മേൽ തന്നിരിക്കുന്നു. ഇതിൻ്റെ അടുത്ത ആഴ്ചയൊക്കെ നമുക്ക് കൂടുതൽ മനസ്സിലാവും. അപ്പോൾ എൻ്റെ മേൽ ദൈവത്തിൻ്റെ ആത്മാവിനെ തന്നിരിക്കുന്നത് ആരുടെ ശബ്ദം കേൾക്കാൻ? ദൈവ ശബ്ദം കേൾക്കുവാൻ. അപ്പോൾ ഇവിടെ അബ്രഹാം തൻ്റെ ഭാര്യയെ സാറായും ദൈവശബ്ദം കേട്ട് ഇറങ്ങി തിരിച്ചു. അപ്പോൾ അവരെന്ത് കേട്ടിരുന്നു? ദൈവശബ്ദം കേട്ടിറങ്ങിച്ചിരുന്നു. ചാർച്ചക്കാർ, പിതൃഭവനം എല്ലാം വിട്ടിറങ്ങി ദൈവം കാണിച്ച ദേശത്തേക്ക് വന്നു. ദൈവം ഇവരോടൊരു വാഗ്ദത്തം ചെയ്യുക, നിങ്ങൾക്ക് ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ഞാനൊരു തലമുറയെ തരും എന്ന് ദൈവം പറഞ്ഞു. ആര് കേട്ടു? അബ്രഹാം കേട്ടു. അബ്രഹാം എന്തിൽ വിശ്വസിച്ചു? ദൈവം പറഞ്ഞ വാക്കിൽ വിശ്വസിച്ചു. നിങ്ങളുടെ അകത്ത് നല്ലവണ്ണം ഇത് ഗ്രഹിച്ചോണം. ദൈവം പറഞ്ഞ വാക്കിനെ അബ്രഹാം വിശ്വസിച്ചു. ഇവിടെ പറയുന്നു വാക്ക് നിങ്ങൾ 21 നോക്കണം. അനന്തരം യഹോവ താൻ അരുളി ചെയ്തതുപോലെ സാറയെ സന്ദർശിച്ചു. താൻ വാഗ്ദത്തം ചെയ്തിരുന്നത് യഹോവ സാറയ്ക്ക് നിവർത്തി. അപ്പം ദൈവം വാഗ്ദത്തം ചെയ്ത് എന്ത് ചെയ്യും? നിവൃത്തീകരിക്കപ്പെടും. നിങ്ങളുടെ അകത്ത് നല്ല അറിയണം, ദൈവം ഒരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിവൃത്തീകരിക്കപ്പെടും. സംശയം വല്ലതും വരുന്നുണ്ടോ? ദൈവം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിവൃത്തീകരിക്കപ്പെടുമെന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുകയാണ്. ഇവിടെ 2ാമത്തെ വാക്യം പറയും, അബ്രഹാമിന്റെ വാർദ്ധക്യത്തിൽ പോയ കാലഘട്ടം മാറിയുണ്ടോ? അബ്രഹാമിന്റെ വാർദ്ധക്യത്തിൽ ദൈവം അവനോട് അരുളിച്ചേരുന്ന അവധിക്ക് ദൈവം ഒരു അവധി വെച്ചിരുന്നു. ആ അവധിക്ക് സാറ ഗർഭം ധരിച്ചു ഒരു മകനെ പ്രസവിച്ചു. അപ്പൊ ദൈവപ്രവൃത്തിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരാകണം. ദൈവം ഒരു പ്രവൃത്തി ഇട്ടിട്ടുണ്ടെങ്കിൽ, ദൈവം ഒരു അവധി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുക തന്നെ ചെയ്യും.
ഹല്ലേലൂയ. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യാം. അപ്പൊ ദൈവത്തിൻ്റെ കരുതലും ദൈവത്തിൻ്റെ വെളിപ്പാടുകളും ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ പ്രവൃത്തികളും ആത്മാവ് ആർക്ക് വെളിപ്പെടുത്തി തരും? നമുക്ക് വെളിപ്പെടുത്തി തരും. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ മേൽ പകരം. അതുകൊണ്ടാണ് പറയുക, അന്യഭാഷ സംസാരിക്കുന്നവൻ ആരോട് സംസാരിക്കുന്നു? ദൈവത്തോട് സംസാരിക്കുന്നു. അവൻ ഏത് കാര്യങ്ങൾ പറയുന്നു? വൻ കാര്യങ്ങളെ പറയുന്നു. അപ്പോൾ ദൈവാത്മാവിനുമായിട്ടുള്ള കണക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ അകത്തറിയണം, ദൈവാത്മാവിനകത്ത് നിങ്ങൾ കണക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ അകത്തെ നിരാശ എന്ത് ചെയ്തു? മാറിപ്പോകും. അബ്രഹാമിന് നിരാശ ഇല്ലാത്തതിൻ്റെ കാരണം പറഞ്ഞവൻ്റെ ശബ്ദം അവൻ കേട്ടതുകൊണ്ടാണ്. പറഞ്ഞവൻ്റെ ശബ്ദം സാറ കേൾക്കാഞ്ഞുകൊണ്ട് സാറയ്ക്ക് നിരാശയുണ്ടായി. അതുകൊണ്ടാണ് മിസ്രയീം അടിമത്തത്തിൽ കിടന്ന സ്ത്രീയെ അബ്രഹാമിൻ്റെ അടുത്ത് കൊണ്ട് എത്തിക്കുന്നതിൻ്റെ കാരണം വാഗ്ദത്തത്തെ കേട്ടവൻ അതിൽ വിശ്വസ്തനാകണം. ഹല്ലേലൂയ. ഇവിടെ പറയുന്നു, സാറ ഗർഭം ധരിച്ചു ഒരു മകനെ പ്രസവിച്ചു. ആമേൻ. 1 തീമോത്തിയോസ് 1-ാം അധ്യായം, 1 തീമോത്തിയോസ് 1-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം. 1 തീമോത്തിയോസ് 1-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം. നിത്യരാജാവായി അക്ഷയനും അദൃശ്യനുമായ ഏകദൈവത്തിന് എന്നേക്കും ബഹുമാനവും മഹത്വവും. 18-ാമത്തെ വാക്യം. മകനെ തീമോത്തിയോസേ, നിന്നെക്കുറിച്ച് മുമ്പുണ്ടായ പ്രവചനങ്ങൾക്കൊത്തവണ്ണം ഈ ആജ്ഞ നിനക്ക് ഏൽപ്പിക്കുന്നു. നീ എന്നാടുക്കണം? നീ വിശ്വാസവും നല്ല മനസ്സാക്ഷിയും ഉള്ളവനായി അവയെ അനുസരിച്ച് നല്ല യുദ്ധ സേവ ചെയ്യണം. നിങ്ങളുടെ അകത്ത് മനസ്സിലാവുന്നുണ്ടോ? നിന്നോട് പറഞ്ഞ വാഗ്ദത്തത്തെ എന്ത് ചെയ്യണം? വിശ്വസിക്കണം. നിന്നോട് ദൈവാത്മാവ് പറഞ്ഞത് ദൈവം ഒരു അവധി വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിന്റെ മേൽ വരുമെന്ന് തന്നെ നീ വിശ്വസിക്കുന്നവനായി മാറണം. അപ്പൊ ഇവിടെ പറഞ്ഞൊരു വാക്ക് നിങ്ങൾ നോക്കൂ. ഇവിടെ പറയുന്ന വാക്കിനത് ഇവിടെ പറയുക, നീ വിശ്വാസവും നല്ല മനസാക്ഷി എന്ന് പറഞ്ഞാൽ നീ ഒരു അവധി വെച്ചിട്ടുണ്ട്, ദൈവം ഒരു അവധി വെച്ചിട്ടുണ്ട്. നിന്റെ അവധിക്ക് ഇത് പ്രവർത്തിച്ചില്ലെങ്കിൽ ഒരു ടൈം വെച്ചിരിക്കുക. കർത്താവ് ഇത്രാം തീയതി എൻ്റെ അത്ഭുതം ചെയ്യും. പ്ലാൻ ചെയ്തു, ഈ വരുന്ന 17-ാം തീയതി എനിക്കൊരു അത്ഭുതം വരുക. കയറി ഉപവാസം തുടങ്ങി പ്രാർത്ഥന. ദൈവത്തിൻ്റെ അവധിയായിട്ടില്ല. ദൈവം ഒരു അവധി വെച്ചിട്ടുണ്ട്. അതിനെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു? അതിനെ ക്ഷമയോടെ കാത്തിരിക്കുന്നവനായി മാറാം. ഞാനിത് പ്രാരംഭത്തിൽ നിങ്ങളുടെ അകത്തുനിന്ന് കൊണ്ടുവരുവായത്. അപ്പൊ പ്രവചനത്തെ നിങ്ങൾ എന്ത് ചെയ്യരുത്? തുച്ഛീകരിക്കപ്പെടരുത്. ഇതാരുടെ ശക്തിയാ? ദൈവത്തിന്റെ കരുണയാ, അല്ലെങ്കിൽ ദൈവത്തിന്റെ കൃപയാ? ഇവിടെ പറയുന്നു, ഞാൻ നിനക്ക് ഏൽപ്പിക്കുന്നു, നീ വിശ്വാസവും നല്ല മനസ്സാക്ഷിയും ഉള്ളവനായി അവയെ അനുസരിച്ച് നല്ല യുദ്ധസേവ ചെയ്യണം. അപ്പം അകത്ത് ലഭിക്കപ്പെട്ടതിന് എന്ത് ചെയ്യണം? വിശ്വാസത്തോടെ കാത്തിരിക്കുന്നവരായി മാറണം. ഹല്ലേലൂയ. അപ്പം പ്രവചനം ശബ്ദം കേട്ടത് വരുമെന്നോ വരത്തില്ലെന്നോ ദൈവം ഒരു അവധി വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽ എഴുതിയോ, നിന്നോട് പറഞ്ഞത് നിന്റെ ഭവനത്തിലും നിന്റെ തലമുറയിലും വരും. ഹല്ലേലൂയ. ഇന്ന് പകലിൽ അകത്തറിയണം, ദൈവം പറഞ്ഞതിന് ഒരു മാറ്റവും വരത്തില്ല. അത് സംഭവിക്കുക തന്നെ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം എടുത്തേ, 46-ാം അധ്യായം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 46-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം. 46-ന്റെ 9-ാമത്തെ വാക്യം. പണ്ടുള്ള പൂർവ കാര്യങ്ങളെ ഓർത്തുകൊള്ളുവിൻ. ഈ പറയുന്ന വാക്ക് ഇത് ആരിൽ നിന്ന് വരുന്ന? നിങ്ങളുടെ അകത്തൊന്ന് കിടന്നേ. നിങ്ങളോട് പറയുന്നത് ആരാണ് പറയുന്നത്? ദൈവമാ. ഇവിടെ ആ ദൈവം പറയുക, ഞാനല്ലാതെ വേറൊരു ദൈവവുമില്ല, ഞാൻ തന്നെയാണ് ദൈവം, എന്നെ പോലെ മറ്റാരുമില്ല. എന്നിട്ട് പറയുക, ആരംഭത്തിൽ തന്നെ അവസാനവും പൂർവകാലത്ത് ഇനി സംഭവിപ്പാനുള്ളതും ഞാൻ പ്രസ്താവിക്കും.
എൻ്റെ ആലോചന നിവൃത്തിയാകും, ഞാൻ എൻ്റെ താല്പര്യമൊക്കെ അനുഷ്ഠിക്കും എന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് അത് ഞാനിതൊന്ന് അകത്ത് കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയും, ഞാനല്ല, ഒരു ദൈവമില്ല, എന്നെ ഒരു ശക്തിക്കും തടയാൻ പറ്റത്തില്ല, ഞാൻ പറഞ്ഞ അതുപോലെ സംഭവിക്കും. ആമേൻ. ദൈവം എന്തു പറയുന്നു അതുപോലെ സംഭവിക്കും. ഇന്ന് പകൽ വിശ്വസിക്ക്, ആത്മാവ് നിന്നോട് പറഞ്ഞത്, നീ വിശ്വാസത്തിനകത്ത് ഉറച്ചു നിൽക്കുന്നെങ്കിൽ, നീ എത്ര വൃദ്ധനായി പോയാലും, അബ്രഹാമേ നിന്നെ വിളിച്ചിട്ട് പറയുമ്പോൾ നിനക്ക് 100 വയസ്സുണ്ടെങ്കിലും ആമീ ദൈവം അത് പ്രവർത്തിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വന്നപ്പോൾ മറിയയുടെ അടുത്ത് വന്നിച്ച് പറഞ്ഞു, യഹോവയ്ക്ക് ഒരു കാര്യവും അസാധ്യമല്ലെന്നറിയണം. ഇന്ന് പകൽ ആരാധിക്കുന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ദൈവ തേജസ്സിൽ നിൽക്കുന്നവൻ അറിയണം, ദൈവത്തിന് എൻ്റെ മേൽ ഒരു പദ്ധതി ഉണ്ടെന്നകത്ത് വെളിപ്പെടണം. അത് റൈറ്റ് ടൈമിന്, തക്ക സമയത്ത് അവൻ എൻ്റെ മേൽ പ്രവർത്തിക്കുമെന്ന് ഞാൻ ലജ്ജിച്ചു പോകാൻ ഇടവരത്തില്ലെന്ന് അകത്ത് വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ആമി, എൻ്റെ ഭാവിയെ അറിയുന്നവൻ, എന്നെ മുഴുവനായി അറിയുന്നവൻ, എന്നെ ലോകമല്ല ടിക്കറ്റ് എഴുതുന്നത്, എന്നെ വിളിച്ച് വേർതിരിച്ച് ഒരുവനുണ്ടെങ്കിൽ, അവൻ എന്നെ കുറിച്ചൊരു പദ്ധതി ഇട്ടിട്ടുണ്ടെങ്കിൽ, അതെൻ്റെ ഭവനത്തിനകത്തും എൻ്റെ മേൽ വെളിപ്പെടുമെന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. നാട്ടുകാർ പറയാൻ കേട്ടോ, ഈ കൊച്ചു അധികം നാൾ പോകത്തില്ല, ഇവന്റെ വിദ്യാഭ്യാസം ഇവിടെ കൊണ്ട് അവസാനിക്കാം, ഇവനൊരു നന്മ വരത്തില്ല, ഇവന്റെ തലമുറ നന്മപ്പെടത്തില്ല, അയാളിങ്ങനെ മദ്യപിച്ച് പോകത്തേ ഉള്ളൂ, അയാളിങ്ങനെ തകർന്നു പോകത്തേ ഉള്ളൂന്ന് നാട്ടുകാർ ടിക്കറ്റ് എഴുതുമ്പോൾ സ്വർഗത്തിലെ ദൈവം പറയുന്നു, ഞാൻ ഇവനെ കുറിച്ചൊരു പദ്ധതി ഇട്ടിട്ടുണ്ട്, അത് നടത്തുവാൻ അവൻ സർവശക്തനായ ദൈവമാ. ഇന്ന് പകലിൽ അറിയണം, എന്റെ ഭാവിയെ അറിയുന്നവനെ ഞാൻ ആരാധിക്കുന്നത്, എന്നെ മുഴുവനായി അറിയുന്നവനെ ഞാൻ ആരാധിക്കുന്നത്, മനുഷ്യൻ പറയുന്നവനെ അല്ല ഞാൻ ആരാധിക്കുന്നത്, എന്നെ വിളിച്ചു വേർതിരിച്ചവനെ അത്രേ ഞാൻ ആരാധിക്കുന്നത്. ഹല്ലേലൂയ. ഈ ദൈവത്തിന്റെ മുഴുമഹത്വം തിരിച്ചറിഞ്ഞ് വേണം ദൈവസന്നിധി നിൽക്കുവാൻ. അതുകൊണ്ട് അതിന്റെ 10ാമത്തെ ആരംഭത്തിൽ തന്നെ അവസാനവും മേലാൽ സംഭവിപ്പാൻ ഉള്ളത് ഞാൻ കണ്ടോ. ദൈവം അറിയാതെ ഒന്നും സംഭവിക്കത്തില്ലെങ്കിൽ ദൈവത്തിന് എന്തറിയാം? എൻ്റെ ജനനം ഞാൻ അറിഞ്ഞില്ല, എൻ്റെ മരണവും ഞാൻ അറിഞ്ഞില്ല, എൻ്റെ മരണവും ജനനവും അറിയുന്ന ഒരുവനേ ഉള്ളൂ. ഹല്ലേലൂയ. ഡോക്ടർമാർ പറയും എല്ലാവരും അറിയിച്ചോ കേട്ടോ, 24 മണിക്കൂറേ ഉള്ളൂ. വിദേശത്തുള്ള മക്കളെ വിളിക്ക്, ആമയും ഈ മനുഷ്യൻ മരിച്ചു പോകും. ഇന്ന് അങ്ങനെയുള്ള മനുഷ്യന്മാർ വാഹനം ഓടിച്ചുകൊണ്ട് നടക്കുന്നതിൻ്റെ കാരണം എന്താണെന്നറിയോ? മുകളിൽ ഇരിക്കുന്നവൻ്റെ കൃപയാ. ഹല്ലേലൂയ. ഇന്ന് പകൽ തിരിച്ചറിയണം, വൈദ്യശാസ്ത്രമല്ല നിന്നെക്കുറിച്ച് തീരുമാനിക്കുന്നത്. എന്നെ വിളിച്ച് അമ്മയുടെ ഉദരത്തിലാകുന്നതിന് മുമ്പേ എന്നെ പേർ ചൊല്ലി വിളിച്ച ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. വൈദ്യശാസ്ത്രം മാറി നിൽക്കുന്നിടത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടും. ഇന്ന് വിശ്വസിക്കാൻ റെഡിയാണെങ്കിൽ നിന്നെ എഴുതി തള്ളിയിടത്ത് നീ വളരാൻ പോകുക. ഇന്ന് പകൽക്കാലം ഞാൻ പറയാം, ഈ ദൈവത്തെ നീ വിശ്വസിക്കാൻ റെഡിയാണെങ്കിൽ, നിന്റെ കുടുംബത്തെ നാട്ടുകാർ എഴുതി തള്ളിയതാണെങ്കിൽ, നിന്റെ തലമുറ എഴുതി തള്ളിയതാണെങ്കിൽ, നിന്നെ എഴുതി തള്ളിയതാണെങ്കിൽ, അവിടെ നിന്നുകൊണ്ട് നിന്റെ ദൈവം തമ്പുരാൻ ബലം കയ്പിക്കാൻ പോകുക. ജനം തള്ളിക്കളഞ്ഞതാ ഇയ്യോബിനെ കുറിച്ച് പറയുവാൻ തുടങ്ങിയപ്പോൾ ഇയ്യോബിനെ ജനം തള്ളിക്കളഞ്ഞു. അവന്റെ തലമുറ നഷ്ടപ്പെട്ടു പോയി, അവന്റെ സമ്പത്ത് നഷ്ടപ്പെട്ടു പോയി, അവൻ തീരാ രോഗിയായി മാറിപ്പോയി. ആ ജനത്തെ കൊണ്ട് തന്നെ ദൈവം പറയിച്ചോ, ഇയ്യോബ് ഒരു അനുഗ്രഹമാണെന്ന് പറഞ്ഞെങ്കിൽ ഇന്ന് പകൽ ആത്മാവിനകത്ത് അറിയണം, എഴുതി തള്ളിയവന്റെ മുന്നേ ഒന്നുകൊണ്ട് വിളിച്ചു പറയണം, ഞാൻ ഒരു അനുഗ്രഹമാകുക തന്നെ ചെയ്യോ. വിശ്വസിക്കുന്നവർ മാത്രം കർത്താവിനെ സ്തോത്രം ചെയ്യും. സഹോദരന്മാർ ഇടയുന്നുണ്ട് വിളിച്ചു പറയണം, യോസേപ്പ് വിളിച്ചു പറഞ്ഞാൽ പ്രാർത്ഥിച്ചു പറയണം, ദൈവത്താൽ ഞാൻ ഒരു അനുഗ്രഹമായി മാറുക തന്നെ ചെയ്യോ. ഹല്ലേലൂയ. ഇന്ന് പകൽ തള്ളിയവർ തള്ളട്ടെ, അവരുടെ മധ്യ ഉയർത്തുന്ന ഒരു ദൈവമുണ്ടെന്നേ. ഹല്ലേലൂയ. നിന്ദിക്കുന്നവർ നിന്ദിക്കട്ടെ, പരിഹസിക്കുന്നവർ പരിഹസിക്കട്ടെ, അതിന്റെ മധ്യത്തെ ഉയർത്തുന്ന ഒരു ദൈവത്തെ ഞാൻ ഈ പകൽ പ്രസംഗിക്കുന്നത്. അവൻ തന്നെ ആദ്യനും അന്ത്യനുമായവനാ. ഇന്ന് പകൽ വിശ്വസിക്കുന്നവരോട് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. എന്നിട്ട് പറയുക, എൻ്റെ ആലോചന നിവൃത്തിയാവും. വിശ്വസിക്കുന്നു? ദൈവം ഒരു ആലോചന പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിവൃത്തീകരിക്കപ്പെടും. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണോ അത് നിവൃത്തീകരിക്കപ്പെടുക തന്നെ ചെയ്യും. എത്ര പേര് ആമീൻ പറയുന്നുണ്ട്? വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യാം. വെളിപ്പാട് പുസ്തകത്തിനകത്ത് 1-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ പറയുക. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ പറയുന്ന വാക്ക് നിങ്ങളുണ്ട്, ഞാൻ ആൽഫയും ഒമേഗയുമാകുന്നു എന്ന് ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായി സർവശക്തിയുള്ള ദൈവമായ കർത്താവ് ഞാനാകുന്നു.
വെളിപ്പാട് പുസ്തകത്തിനും പറഞ്ഞു, ഞാനല്ലാതെ മറ്റൊരു ദൈവമില്ല ആകാശത്തിൻ്റെ കീഴിലും വെള്ളത്തിലും വിധാനങ്ങളിലും, അവനല്ലാതെ വേറൊന്നുമില്ല, അവനെ അല്ലാതെ മറ്റൊന്നിനെയും ആരാധിക്കാൻ മേല. നിങ്ങൾ ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ ഒരു ആലോചന കേട്ടിട്ടുണ്ടെങ്കിൽ, ആലോചന ലഭിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നീ സ്തോത്രം പറഞ്ഞോണം, അത് നിന്റെ മേൽ വരും. എത്ര പേര് വിശ്വസിക്കുന്ന നേരത്തെ ദൈവം ഒരു വെളിപ്പാട് ദൈവം പറഞ്ഞെങ്കിൽ, ഇന്ന് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതാ, ഏലിയാവിന് ദൈവം ഒരു വെളിപ്പാട് കൊടുത്തു. ദൈവം ഏലിയാവിനോട് പറഞ്ഞു, ഏലിയാവ് നീ സറാപത്തിലേക്ക് ഒന്ന് പോകണം. ഏലിയാവ് വെച്ച് പിടിച്ച് സറാപത്തിലേക്ക് പോയി. സറാപത്തിൽ ചെന്നു പറഞ്ഞു, നിന്നെ കരുതാൻ അവിടെ വിധവയുടെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. സറാപത്തിൽ ചെന്നപ്പോഴേ പറഞ്ഞു, കൊച്ചേ എനിക്കൊരു അട ശകലം തരണമെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു, സത്യമായിട്ട് നിന്റെ ദൈവമാണെ തരാനൊന്നുമില്ല, ഞങ്ങൾ ആത്മഹത്യക്ക് ഇരിക്കുക, നീ പറയുന്ന അനുസരിക്കുക. അവൾ ഒരു കഷ്ണം കൊടുത്തു. ഏലിയാവ് അത് കഴിച്ചു. അവിടെ നിൽക്കട്ടെ, പക്ഷേ ഒരു ക്ഷാമകാലം തീരുന്നിടത്തോളം സ്വർഗത്തിൻ്റെ കരുതൽ അവിടെ വെളിപ്പെട്ടു. ഇന്ന് പ്രവചനത്തെ നീ വിശ്വസിക്കാൻ റെഡിയാണെങ്കിൽ, ആത്മാവിനെ നീ വിശ്വസിക്കാൻ റെഡിയാണെങ്കിൽ, ആത്മാവിൻ്റെ ശബ്ദത്തെ നീ വിശ്വസിക്കാൻ റെഡിയാണെങ്കിൽ, ഇന്ന് പകലിൽ എഴുതി വെച്ചോ, ചിലത് പറ്റാതെ നിന്റെ വീടിനകത്ത് ഒരു നീരുറവ ദൈവം തമ്പുരാൻ തരാൻ പോകുക. വറ്റിപ്പോകാത്ത ഒരു നീരുറവ നിനക്ക് ദൈവം തമ്പുരാൻ വഴി തുറക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വഴി തുറക്കുക തന്നെ ചെയ്യും. ഓഗസ്റ്റ് മാസത്തിൽ തുറക്കാമെന്ന് പറഞ്ഞെങ്കിൽ ഓഗസ്റ്റ് മാസത്തിൽ തന്നെ തുറക്കും. വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നു? അതുകൊണ്ട് ദൈവം ആരാണെന്ന് അറിയണം. അവൻ ആൽഫയും ഒമേഗയുമാ, അവൻ ആദ്യനും അന്ത്യനുമാ, അവനെ കൂടാതെ ഒന്നും ഉളവായിട്ടില്ല. അപ്പൊ ദൈവത്തിന്റെ ശക്തിയിൽ ആര് വിശ്വസിക്കണം? നമ്മൾ വിശ്വസിക്കണം. ദൈവത്തിന്റെ വാക്കിൽ ആര് വിശ്വസിക്കണം? നമ്മൾ വിശ്വസിക്കുന്നവരായി മാറണം. വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്നതാ ദൈവത്തിന്റെ ശക്തി. അപ്പൊ നമ്മുടെ അകത്ത് നല്ലവണ്ണം അറിയണം, ദൈവ പ്രവർത്തിക്ക് വേണ്ടി ആര് കാത്തിരിക്കണം. എന്നോട് പിടികിട്ടുന്നുണ്ടോ? യേശു കർത്താവ് തന്റെ ശിഷ്യന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, അപ്പോസ്തല പ്രവൃത്തി 1-8 വാക്യത്തിൽ പറഞ്ഞു, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ ഒരു ശക്തി ലഭിക്കും. യെരൂശലേമിലും യഹൂദിയിലും ശമരിയയിലും ലോകത്തിന്റെ അടുത്തോളം നിങ്ങൾ എന്റെ സാക്ഷികളാവും. ശബ്ദം കേട്ടു യേശു പറഞ്ഞത്. ഇവർ അതിനെ കാത്തിരിക്കുവാൻ റെഡിയായി ക്ഷമയോടെ. ഇന്ന് പകലും ഞാൻ പറയാം, ക്ഷമയോടെ കാത്തിരിക്കുന്നവന്റെ ചരിത്രത്തെ ദൈവം തമ്പുരാൻ മാറ്റുക. വിശ്വാസത്തോടെ ഉറച്ചിരിക്കാൻ റെഡിയാണെങ്കിൽ ദൈവം നിന്റെ ജീവിതത്തിനകത്ത് അത്ഭുതം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ചരിത്രത്തെ മാറ്റുവാൻ, അത്ഭുതങ്ങളെ ചെയ്യുവാൻ അവൻ ശക്തനായ ദൈവമെന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേര് വിശ്വസിക്കുന്നു? ഹോശേയ പ്രവാചകന്റെ പുസ്തകം 12 വാക്യം. ഹോശേയ പ്രവാചകന്റെ പുസ്തകം 12 അതിന്റെ 10 വാക്യം. ഞാൻ പ്രവാചകന്മാരോട്, നിങ്ങൾ കണ്ടെന്ന് വിശ്വസിക്കുക, ഞാൻ പ്രവാചകന്മാരോട് സംസാരിച്ചു. നോക്കിക്കോണേ, പ്രവാചകന്മാരിലേക്ക് വരുക. ദൈവം ആരോട് സംസാരിക്കുന്നു? പ്രവാചകന്മാരോട് സംസാരിച്ചു, ദർശനങ്ങളെ വർദ്ധിപ്പിച്ചു, പ്രവാചകന്മാർ മുഖാന്തരം സദൃശവാക്യങ്ങളെ പ്രവചിച്ചിരിക്കും. അപ്പം ദൈവം ആരോട് സംസാരിച്ചു? ദൈവത്തിന്റെ പ്രവാചകന്മാരോട് ദൈവം സംസാരിച്ചു. സംസാരിച്ചതിനെ, ദൈവത്തിന്റെ അരുളപ്പാടിനെ ആരുടെ മേൽ അറിയിച്ചു? നമ്മുടെ മേൽ, ജനത്തിന്റെ മേൽ ദൈവം അറിയിക്കുക. അപ്പൊ നിങ്ങളുടെ അകത്ത് ഒരു വാഗ്ദത്തത്തെ തിരിച്ചറിയുന്നവരായി മാറണം. ഞാനിതിങ്ങനെ പറഞ്ഞു കൊണ്ടുവരും. നിങ്ങൾ നോക്കണം, ഇപ്പം അവസ്ഥകളൊക്കെ മാറാൻ തുടങ്ങും. ഇപ്പം നിങ്ങൾ ശാന്തമായിരിക്കുന്നെങ്കിലും ഇപ്പം ഇതിൻ്റെ അവസ്ഥകളങ്ങ് മാറും. ദൈവ ശബ്ദം ആരോട് ദൈവം പറയുന്നു? എന്നോട് വന്നേ. പ്രവാചകന്മാരോട് പറയുന്നു. പ്രവാചകന്മാർ വെളിപ്പാട് ഏലിയാവിനോട് പറയുന്നു. ഏലിയാവ് പോകുന്നു. സറാവത്തിൽ ഒരു അത്ഭുതം നടക്കുന്നു. അപ്പൊ ദൈവം ആരിലേക്ക് കൊടുക്കുന്നു? ദൈവം മോശയെ വിളിക്കുന്നു. ആരായിട്ടാണ് വിളിക്കുന്നത്? പ്രവാചകനായിട്ടാണ് വിളിക്കുന്നത്. ആ പ്രവാചകൻ പറയുന്നത്, പ്രവാചകൻ കൊണ്ട് ദൈവം പറയുന്നത് എന്ത് ചെയ്യും? അത് സംഭവിക്കുക തന്നെ ചെയ്യും. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നു? ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യാം. 2 പത്രോസിലേക്ക് വന്നു. 1-2 വാക്യം പെട്ടെന്ന് കടന്നു വരാൻ വേണ്ടി നിൽക്കുന്നത്. 2 പത്രോസ് അതിൻ്റെ 1 അധ്യായം അതിൻ്റെ 19 വാക്യം. പ്രവാചക വാക്യം
പ്രവാചകവാക്യം അധികമായി സ്ഥിരമായിട്ട് ആർക്കുണ്ട്? നമുക്കുണ്ട്. നേരം വെളുക്കുകയും നിങ്ങൾ കേട്ട പ്രവചനം. ഇനിയിപ്പോ ഞാൻ ഇതിലേക്ക് മാറാൻ പോവാ. പഴയ നിയമത്തിലെ പ്രവാചകന്മാർ പറഞ്ഞതിനെ കുറിച്ച് പറഞ്ഞു. വറ്റാത്ത അരുവികൾ വെളിപ്പെടുന്നു, ഒത്തിരി അത്ഭുതങ്ങൾ പഴയ നിയമത്തിൽ വന്നു. മോശ മുഖാന്തരം ചെങ്കടൽ വിഭാവിക്കപ്പെടുന്നു, മന്ന വരുന്നു, പല കാര്യങ്ങൾ അത്ഭുതം, പാറ വിളർക്കുന്നു, അത്ഭുതങ്ങൾ ഒത്തിരി നടക്കുന്നു. എന്ന പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഇവിടെ പത്രോസ് അപ്പോസ്തലൻ പറയുക, പ്രവാചക വാക്യം അധികം സ്ഥിരമായിട്ട് ആർക്കുണ്ട്? നമുക്കുണ്ട്. നമുക്കൊരു പ്രതികൂലം വന്നാൽ, പ്രശ്നങ്ങൾ വന്നാൽ അതിൻ്റെ മുന്നിൽ ദൈവത്തിൻ്റെ എന്തുണ്ട്? ദൈവാലോചനയുണ്ട്. എത്ര പേര് അമ്മി പറയുന്നു? ദൈവത്തിൻ്റെ ഒരു ആലോചന വെളിപ്പെടും. അമ്മി ഒന്ന്. രണ്ടാമത് പറയുന്നു, എന്താ പറയുന്നേ? നേരം വെളുക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദയനക്ഷത്രം ഉദിക്കുകയും ചെയ്യുവോളം ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ അതിനെ നിങ്ങൾ കരുതണം. എങ്ങനെ? ഇപ്പോ നിൽക്കുന്ന പ്രതിസന്ധിക്കകത്ത് നിങ്ങൾ നിൽക്കുമ്പോഴും, രോഗത്തിൻ്റെ ബന്ധനത്തിനകത്ത് നിൽക്കുമ്പോഴും, നന്മയുടെ വാതിലുകൾ മുഴുവൻ അടഞ്ഞിരിക്കുമ്പോഴും പ്രവചന ശബ്ദത്തെ ശ്രദ്ധയോടെ കേൾക്കണം. എങ്ങനെ? ഉദയനക്ഷത്രത്തെ പോലെ. എപ്പോൾ? ഇതെപ്പോൾ വേണേലും സംഭവിക്കും. നിങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധിക്കകത്തുനിന്ന് ദൈവം നിങ്ങളെ പുറത്തു കൊണ്ടുവരുമെന്ന് അകത്തൊരു വിശ്വാസം ഉറയ്ക്കണം. അബ്രഹാം വിശ്വസിച്ചതുപോലെ ദൈവാത്മാവ് പറഞ്ഞത് സംഭവിക്കുമെന്ന് അകത്ത് വിശ്വസിച്ചുകൊണ്ടിരുന്നാൽ, ഇവിടെ പറയുന്നു ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ അതിനെ കരുതണം. പ്രവചനം റിലീസ് ചെയ്യാതിരിക്കുന്നുണ്ടോ? അത്ഭുതം നടക്കാതിരിക്കുന്നുണ്ടോ? ഇതിനെ കരുതി വെച്ചു പറയും, ഓ അയാൾ ചുമ്മാ ഒന്ന് സുഖിപ്പിക്കാൻ പറഞ്ഞതാ അല്ലേ, അങ്ങേര് ചുമ്മാ ഒരു സന്തോഷത്തിന് എവിടെയും പറയണ്ട, ഒരു കീച്ചേച്ച് പോയതാ. നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ടോ? ഈ ആൾ പറഞ്ഞിട്ടുള്ള ഞാൻ കേട്ടിട്ടുള്ളതുവാ ഞാൻ ഈ പറയുന്ന കാര്യം. അയാൾ ചുമ്മാ ഒരു ആണെന്ന് അയക്കാൻ വേണ്ടി ഒരു പ്രവചനം പറഞ്ഞതാ. പക്ഷെ പിന്നീട് അങ്ങേർക്ക് ദൈവം തമ്പുരാൻ വെളിപ്പെടുത്തി കൊടുത്തു. ഇന്ന് നിങ്ങളുടെ അകത്ത്, ഞാൻ വചനത്തിൽ മാത്രം നിൽക്കുക, സമയത്തിൻ്റെ കുറവുകൊണ്ട്, നിങ്ങളുടെ അകത്ത് ലഭിക്കപ്പെട്ട ആ വചനത്തിൻ്റെ പ്രവചനത്തെ നിങ്ങൾ എങ്ങനെ അതിനെ വിശ്വസിക്കണം? ഇവിടെ പറയുന്ന വാക്ക് നിങ്ങൾ വിശ്വസിച്ചേ. നമുക്ക് സ്ഥിരമായിട്ടുണ്ട് പ്രവാചക വാക്യം, നമുക്ക് സ്ഥിരമായിട്ടുണ്ട്. എന്നിട്ട് നേരം വെളുക്കുകയും നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഉദയ നക്ഷത്രങ്ങളെ ഇരുണ്ട സ്ഥലത്ത്, ഇപ്പൊ നിൽക്കുന്ന എവിടെയാ? പ്രതിസന്ധിക്കകത്താ. പക്ഷെ ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ അതിനെ കരുതണം. ദൈവം പറഞ്ഞതിനെ വിശ്വസിക്കണം. ദൈവം പറഞ്ഞ വാഗ്ദത്തത്തെ നീ വിശ്വസിക്കണം. ദൈവം പറഞ്ഞതിനെ നിന്റെ ഹൃദയത്തിനകത്ത് സംഭരിക്കണം. ഇതിനകത്ത് മറ്റൊന്ന് കേട്ടല്ലേ. പിടികിട്ടുന്നവർക്ക് കർത്താവിനെ സ്വതന്ത്രം. ദൈവം ഒരു അവധി വെച്ചിട്ടുണ്ട്, ആ അവധിക്ക് അത് വരിക തന്നെ ചെയ്യും. ദൈവം പറഞ്ഞത് നിന്റെ ജീവിതത്തിനകത്ത് വരിക തന്നെ ചെയ്യും. നിന്റെ തലമുറ അനുഗ്രഹിക്കാമെന്നോ, ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ആക്കാമെന്നോ, ഒരു ക്ഷാമകാലം വന്നാലും ഞാൻ പോറ്റാമെന്നോ, നിനക്ക് വേണ്ടി ഒരു വാതിൽ തുറക്കുമെന്നും അവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിന്റെ ജീവിതത്തിൽ വരുമെന്ന് തന്നെ വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. വാഗ്ദത്തം ലഭിക്കപ്പെട്ടവൻ സ്തോത്രം ചെയ്ത് ആരാധിച്ചോണോ. വാഗ്ദത്തം ലഭിക്കപ്പെട്ടവൻ അത്ഭുതങ്ങളെ കാണും. വാഗ്ദത്തം ലഭിക്കപ്പെട്ടവൻ മരണത്തെ ഭയപ്പെടത്തില്ല. വാഗ്ദത്തം ലഭിക്കപ്പെട്ടവൻ അത്ഭുത വഴികൾ ദൈവം തുറക്കോ. ഇന്ന് പകൽ ഇന്ന് കണ്ടില്ലെങ്കിലും നാളെ ദൈവം എനിക്ക് വേണ്ടി കരുതോ. ഓ, എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്. പ്രതികൂലം വന്നാൽ, പ്രതിസന്ധി വന്നാൽ, രോഗം വന്നാൽ, മെഡിക്കൽ സയൻസ് മരിച്ചു പോകുമെന്ന് പറഞ്ഞാൽ വാഗ്ദത്തമുള്ളവനെ ഒരു മനുഷ്യനും തകർക്കാൻ പറ്റത്തില്ല. വിശ്വസിക്കുന്നവർ കർത്താവിനെ സ്തോത്രം ചെയ്യുക. എത്ര പേർ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നു? ഹല്ലേലൂയ. പക്ഷെ വാഗ്ദത്തം ലഭിക്കപ്പെട്ടവൻ, ഇനി വരുന്ന ശ്രദ്ധിച്ചോണം. ഇപ്പൊ നിലവിൽ നിങ്ങളുടെ മേൽ വാഗ്ദത്തം ഉണ്ടെന്ന് പറയും. ഈ വാഗ്ദത്തം ലഭിക്കപ്പെട്ടവർ എന്ത് ചെയ്യണമെന്ന് പറയുക. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം അതിന്റെ 25-ാമത്തെ വാക്യത്തിലേക്ക് വന്നേ.
അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യം. കർത്താവിനെ എപ്പോഴും എവിടെ കാണണം? ഇവിടെ പ്രശ്നം. ഞാൻ കർത്താവിനെ എപ്പോഴും എൻ്റെ മുമ്പിൽ കണ്ടിരിക്കുന്നു, അവൻ എൻ്റെ വലത്തുഭാഗത്തിരിക്കുകയാൽ. ഹലോ, ഇവിടെ ധൈര്യം വരുന്നേ. ഇന്ന് ഞാൻ കടക്കണയിലാകാം മക്കളെ, ഇന്ന് ഞാൻ രോഗത്തിലാകാതിരിക്കാം മക്കളെ, നാട്ടുകാരെന്നെ കുറിച്ച് അപവാദം പറയുന്നുണ്ടായിരിക്കാം മക്കളെ, പക്ഷെ എൻ്റെ വലത്തുഭാഗത്തൊരുത്തൻ നിപ്പുണ്ട് കേട്ടോ. എൻ്റെ വലത്തുഭാഗത്തൊരുവൻ നിപ്പുണ്ട്. ആമീൻ. നാട്ടുകാരെന്നെ കുറിച്ച് പറയുമ്പോഴോ, ആമീൻ, ദേശം എന്നെ കുറിച്ച് നിന്ദിക്കുമ്പോഴോ, എൻ്റെ വലങ്കരം പിടിച്ച് ഒരുവൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നിന്നെ വാലല്ല തലയാക്കുമെന്നോ, നീ പട്ടണത്തിൽ അനുഗ്രഹിക്കപ്പെടുമെന്നോ ദൈവം ഒരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കർത്താവ് ഇവിടെ പറയുന്നു, അവനെ ഞാൻ എൻ്റെ എവിടെ കണ്ടിരിക്കുന്നു? ഞാൻ കർത്താവിനെ എപ്പോഴും എവിടെ? കൂരിരുൾ താഴ്വരെ കൂടി നടക്കുമ്പോഴും, അവൻ ദൂരസ്ഥനായിരിക്കുമ്പോഴും, അവൻ സമീപസ്ഥനായിരിക്കുമ്പോഴും ഞാൻ എൻ്റെ കർത്താവിനെ കണ്ടിരിക്കുന്നു. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? എത്ര പേര് വിശ്വാസം? അപ്പം അമീൻ, നമ്മുടെ മേൽ വാഗ്ദത്തം വന്നു, പ്രതിസന്ധിക്കകത്തൂടെ നടക്കുന്നു, പക്ഷെ കർത്താവ് എവിടെയുണ്ട്? എൻ്റെ കൂടെ. അവൻ എൻ്റെ വലത്തുഭാഗത്തിരിക്കുകയാൽ ഈ പ്രതിസന്ധി ഞാൻ കുലുങ്ങി പോകത്തില്ല. എത്ര പേര് ആമീൻ പറയുന്നുണ്ട്? ധൈര്യത്തോടെ വിശ്വാസമുള്ളവർ മാത്രം കർത്താവിനെ സ്തോത്രം ചെയ്താൽ മതി. ഹല്ലേലൂയ. പ്രതിസന്ധി വന്നാൽ, പ്രതികൂലം വന്നാൽ, കല്ലേറ് വന്നാൽ, ആമീൻ, കാരാഗ്രഹം വന്നാൽ, സിംഹത്തിന്റെ കുഴി വന്നാൽ, അണലി കയ്യിൽ കടിച്ചു തൂങ്ങിയാൽ, കപ്പൽ ഛേദമുണ്ടായാൽ, ഞാൻ കുലുങ്ങി പോകാത്തതിന്റെ കാരണം എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഇരിക്കുന്നതിനാലാ. ഓ, വിശ്വസിക്കുന്നവർ മാത്രം കർത്താവിനെ സ്തോത്രം ചെയ്യും. പ്രതിസന്ധികൾ വന്നാൽ ഇന്ന് പകൽ ധൈര്യത്തോടെ പറയണം, കടഭാരങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നാൽ, രോഗം എൻ്റെ ജീവിതത്തിൽ വന്നാൽ, എല്ലാവരും എന്നെ ഉപേക്ഷിച്ചാൽ, ഉപേക്ഷിക്കാത്ത ഒരു ദൈവം എൻ്റെ കൂടെ ഇരിപ്പുണ്ട് എന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യും. ഈ ധൈര്യം വിശ്വാസികളുടെ അകത്ത് വരണം. ഹല്ലേലൂയ. ആമീൻ. അകത്ത് കിട്ടുന്നുണ്ടോ നിങ്ങളുടെ അകത്ത്? ആമീൻ. ഞാൻ കുലുങ്ങി പോകാതിരിക്കുന്നതിൻ്റെ കാരണം, ഞാൻ നഷ്ടപ്പെട്ടു പോകാതിരിക്കുന്നതിൻ്റെ കാരണം എൻ്റെ ദൈവം എന്നോട് പറഞ്ഞ വാഗ്ദത്തം. എന്നിട്ട് നിങ്ങൾ കൂത്തി വായിക്കണം 2 പത്രോസിലേക്ക് 1:19 വായിക്കുമ്പോൾ, ദൈവം എൻ്റെ കൂടെ ഇരിക്കുന്നെങ്കിൽ ആ വാക്യം ഒന്നുകൂടെ വായിച്ചേ. 2 പത്രോസ്. ഹല്ലേലൂയ. 2 പത്രോസ് അതിന് 1:19. ഈ പ്രത്യാശയുടെ അകത്ത് വരാൻ കാരണം എന്നാ? എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉള്ളതുകൊണ്ടാ. എന്നോട് പറഞ്ഞവൻ എൻ്റെ തലമുറയോട് പറഞ്ഞവൻ, എൻ്റെ കുഞ്ഞുങ്ങളുടെ വിഷയത്തിൻ്റെ മേൽ പറഞ്ഞവൻ, എൻ്റെ ഭവനത്തോട് പറഞ്ഞവൻ, സഭയോട് പറഞ്ഞവൻ, അവൻ എൻ്റെ കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. അങ്ങനെ വിശ്വസിക്കുന്നവരോട് ഞാൻ പറയാം, നിന്റെ വഴി ഒരു പിശാചിനും അടയ്ക്കാൻ പറ്റത്തില്ല. നിന്റെ വഴിയെ, അല്ലെങ്കിൽ നിന്റെ വഴി ഇന്ന് അടയപ്പെട്ടെങ്കിലോ നാളെ നിനക്ക് വേണ്ടി തുറക്കുന്ന ഒരു ദൈവശക്തിയുണ്ട്. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. നിങ്ങളുടെ അകത്ത് വിശ്വസിക്കണം. ആരെൻ്റെ കൂടെ ഉണ്ട്? വാഗ്ദത്തം ചെയ്തവൻ എൻ്റെ കൂടെ നിൽക്കുന്നതിനാൽ ഈ പ്രതിസന്ധിയെ എനിക്ക് ജയിക്കാൻ പറ്റും. ആമേ. നിങ്ങളോട് ചിലർ വന്നച്ച് പറയും, ആമേ, ഇതൊക്കെ നടന്നിട്ടും കൊട്ടാനും പാടാനും ഒക്കെ നടന്നിട്ടൊന്നും ആയില്ലേ കൊച്ചേ? ആമേ, എന്തിയെ നിന്റെ പിള്ളേരുടെയൊക്കെ ഭാവി എന്തായി? വരട്ടെ ബ്രദറെ, വരട്ടെ. ദൈവം ഒരു പദ്ധതി വെച്ചിട്ടുണ്ട്, ഞങ്ങളത് കാത്തിരിക്കുക. അത് താമസിക്കാതെ വന്നു ചേരും. അത് ദൈവത്തിൻ്റെ പദ്ധതിയാണെങ്കിൽ അത് വന്നു ചേരുമെന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 54-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം പറയുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 54-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 54:17. നിനക്ക് വിരോധമായി ഉണ്ടാകുന്ന യാതൊരു ആയുധവും വലിക്കുക. എത്ര പേര് വിശ്വാസത്തോടെ വിളിച്ചു പറ, നിനക്കെതിരായി ഇന്ന് നടക്കുന്ന ഒരായുധവും നിന്റെ മേൽ വരത്തില്ല. എന്താ കാരണം പറയാം? നിന്റെ മേൽ ദൈവം ഒരു വാഗ്ദത്തം ഇട്ടിട്ടുണ്ട്. 1, നിന്റെ മേൽ വാഗ്ദത്തം ഇട്ടിട്ടുണ്ട്. 2, എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട്. ആമ, എനിക്കെതിരായി കൊണ്ടുവരുന്ന ഒരായുധവും ആമ പൗലോസിന് പറയാൻ പറ്റും. പൗലോസിന്റെ കയ്യിൽ അണലിക്ക് അടിച്ചു തൂങ്ങുമ്പോൾ പൗലോസിന് പറയാൻ പറ്റുമോ? ആമ, പൗലോസ് ധൈര്യത്തോടെ പറഞ്ഞു, എനിക്കെതിരായി വരുന്ന ഒരായുധവും വലിക്കത്തില്ല. ഞാൻ അവനെ മുഖാമുഖം കണ്ടവനാ. കപ്പൽ
ശിരച്ഛേദം ഉണ്ടായാൽ, കാരാഗ്രഹം വന്നാൽ, അണലി കടിച്ചു തൂങ്ങിയാൽ, എനിക്ക് വിരോധമായി വരുന്ന ഒരായുധവും ഫലിക്കത്തില്ല. വിശ്വസിക്കാൻ ഞാൻ പറയാം, നാളുകൾ കൊണ്ട് നിനക്കെതിരായി മന്ത്രവാദം ചെയ്തു വെച്ചാൽ അത് നിന്റെ മേൽ ഫലിക്കത്തില്ല, അവിടെ ഫലിക്കത്തുള്ളൂ. നിനക്കെതിരായി പറയുന്ന അപവാദം ഉണ്ടല്ലോ, അത് നിന്റെ മേൽ വരത്തില്ല, അവന്റെ മേൽ വരിക തന്നെ ചെയ്യും. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ആമേൻ. നിന്നെ കുറിച്ച് ദേശത്ത് അപവാദം പറഞ്ഞു വരത്തും ഓർത്തോണോ, അത് അവന്റെ വീട്ടിലോട്ട് വരാൻ പോകുന്ന ഗിഫ്റ്റാ, അത് നിന്റെ മേൽ വരത്തില്ല. കാരണം നിന്നോട് കൂടെ സ്വർഗത്തിലെ ദൈവമുണ്ട്. അവൻ പറയുന്നു, ഞാൻ ആദ്യനും അന്ത്യനുമാണ്. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഏറ്റെടുക്കുന്നവർക്കായി കർത്താവിനെ ഞാൻ സ്തോത്രം ചെയ്യാം. നിനക്ക് വിരോധമായി വരുന്ന ഒരായുധവും ഇന്ന് പകൽ എത്ര പേര് വിശ്വാസത്തോടെ വിളിച്ചു പറയുന്നുണ്ട്? ഇന്ന് കാണുന്ന പ്രതികൂലം എന്നെ തൊടത്തില്ല, ഇന്ന് കാണുന്ന പ്രതിസന്ധി എന്നെ തൊടത്തില്ല, എനിക്ക് ദൈവം വഴി തുറക്കുമെന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഇന്ന് പകൽ തിരിച്ചറിയണം, ഞാൻ എൻ്റെ കർത്താവിനെ ഞാൻ മുഖാമുഖം കണ്ടവനാ. ഹല്ലേലൂയ. അവൻ എൻ്റെ കൈ പിടിച്ചതാണെങ്കിൽ ഇന്ന് പകൽ ഓർത്തു, വാഗ്ദത്തത്തെ തള്ളിക്കളയാതിരുന്നാൽ നിന്റെ ജീവിതത്തിനകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടുക. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യും. എത്ര പേര് വിശ്വാസത്തോടെ വിളിച്ചു പറയും, ആ ദൈവത്തെ ഞാൻ മുഖാമുഖം കണ്ട, അവന്റെ വാക്കിനെ ഞാൻ വിശ്വസിക്കുന്നത്. ഹല്ലേലൂയ. എത്ര പേര് വിശ്വാസം? യെരമ്യാ പ്രവാചകന്റെ പുസ്തകം എടുത്ത 1-ാം അധ്യായം 9-ാമത്തെ വാക്യം. യെരമ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 9-ാമത്തെ വാക്യം പറയുക, പിന്നെ യഹോവ എന്റെ വായെ തൊട്ടു. ഇവിടെ നോക്കണേ, ആദ്യമേ ഞാൻ പറഞ്ഞു, ദൈവം തൻ്റെ പ്രവാചകന്മാരോട് എന്ത് ചെയ്യും? സംസാരിക്കും, അല്ലേ? ഇവിടെ പറയുന്ന യെരമ്യാവ് ദൈവ പ്രവാചകനാ. ഇവിടെ വിളിച്ചു പറയുന്ന വാക്ക്, പിന്നെ യഹോവ കൈനീട്ടി എൻ്റെ വായെ തൊട്ടു, ഞാൻ എൻ്റെ വചനങ്ങളെ നിന്റെ വായിൽ തന്നിരിക്കുന്നു. 10-ാമത്തെ വാക്ക് നോക്കുക, നിർമൂലമാക്കുവാനും പൊളിപ്പാനും പണിവാനും ദൈവം കൽപ്പിച്ച വാക്കിനെ നോക്കണം. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പ്. യെരമ്യാ പ്രവാചകനെ ദൈവം തമ്പുരാൻ വിളിച്ചിറക്കുമ്പോ യെരമ്യാ പറയുന്നത്, ഞാൻ ഒരു ബാലനാണ്. യഹോവയെ ദൈവം പറയും, നീ ബാലൻ എന്ന് പറയല്ലേ. ആര് നിന്നോട് കൂടെ നിൽക്കാൻ പോവാ? ഞാൻ നിന്നോട് കൂടെ നിൽക്കാൻ പോവാ. ഇന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ദൈവം പറയുക, ഞാൻ നിന്നോട് കൂടെ നിൽക്കാൻ പോവാ. എന്നിട്ട് പറയുക, നോക്കുക, നിർമൂലമാക്കുവാനും പൊളിപ്പാനും നശിപ്പിപ്പാനും ഇടിച്ചു കളവാനും പണിയുവാനും നടുവാനും വേണ്ടി ഞാൻ നിന്നെ ഇന്ന് ജാതികളുടെ മേലും രാജ്യങ്ങളുടെ മേലും ആക്കി വെച്ചിരിക്കുന്നു എന്ന യഹോവ. ദൈവം ഒരു തീരുമാനത്തിൽ, ദൈവം ഒരു കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവം ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അതായി മാറും. എൻ്റെ കൂടെ നിങ്ങളില്ലല്ലോ. നിങ്ങളോട് ദൈവം ഒരു വാക്ക് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അതാവും. നിങ്ങളുടെ അകത്ത് പിടികിട്ടുന്നില്ല, നിങ്ങളുടെ അകത്ത് അത് വെളിപ്പെടുമെന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ദൈവാത്മാവ് ഒരാലോചന പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞാനാകും, ഞാനതാകും. ആമേ, എത്ര തടസ്സം ഉണ്ടെങ്കിലും ഞാനതാകും. എത്ര പേര് ആമീൻ പറയുന്നുണ്ട്? എത്ര പ്രതികൂലം വന്നാലും അതാകും. ആമേ, അല്ലെങ്കിൽ എന്തെല്ലാം പ്രതിസന്ധി വന്നാലും ആമീൻ, അവൻ പറഞ്ഞത് ഞാനാകും. വിശ്വസിക്കുന്നു? അകത്ത് ധൈര്യം കിടക്കുന്നുണ്ടോ? ആമേൻ. വഴി അടഞ്ഞു പോകുന്നു, ഇനി വഴിയില്ലെന്നും പറയുമ്പോൾ ഓർത്തോണം, എൻ്റെ മേൽ വാഗ്ദത്തമുണ്ട്. വാഗ്ദത്തമുള്ളവൻ അറിഞ്ഞോണം, ഇത് എൻ്റെ മേൽ വരുവാനുള്ളതാ. ഇത് വരാതിരിക്കാൻ പിശാച് ചില തന്ത്രങ്ങളുമുണ്ട് കേട്ടോ. ഇതിങ്ങോട്ട് എൻ്റെ മേൽ റിലീസ് ചെയ്യാതിരിക്കാൻ പിശാച് സകല തന്ത്രങ്ങളും എൻ്റെ മേൽ കൊണ്ടിടും. ഈ തന്ത്രം കൊണ്ടിടുന്ന യോബിന്റെ വീട്ടിൽ ഭാര്യ പറയുന്നത്, നീ പോയി ചത്തുകളയാൻ പറയുന്നതിന് കാരണം പിശാച് ഒരു തന്ത്രം മെനയുമ്പോൾ ആ തന്ത്രത്തിൽ വീഴാതെ ആത്മാവിനകത്ത് എരിയാൻ തുടങ്ങണം. എൻ്റെ മേൽ ദൈവം ഇട്ടത് അത് സംഭവിക്കുമെന്ന്, എൻ്റെ മേൽ ദൈവം പറഞ്ഞത് ഈ സംഭവിക്കുമെന്ന്. അതുകൊണ്ട് യെരമ്യാവ് പറയാം, അവനോട് പറയാം, പൊളിപ്പാനും പണിയുവാനും ഉള്ള സകല അധികാരവും ആര് തരുന്നു? എന്നിട്ട് പറയാ, നിന്നെ രാജ്യങ്ങളുടെ മേലും ആക്കി വെച്ചിരിക്കുന്നു എന്ന് യഹോവ കൽപ്പിച്ചു. അപ്പൊ ഈ വാഗ്ദത്തം ഉള്ളവൻ ഭയപ്പെടേണ്ട ആവശ്യമുണ്ടോ? വാഗ്ദത്തം ഉള്ളവന്റെ പുറകിൽ ഞാൻ പറയുന്ന വാഗ്ദത്തത്തിന് പവർ കൂടിയതാണെങ്കിൽ, വാഗ്ദത്തത്തിന് നിങ്ങൾ ചിന്തിക്കുന്നതിനപ്പുറയാണെങ്കിൽ, നിങ്ങളുടെ സഹോദരന്മാരെക്കാൾ ലഭിക്കാത്തതിനേക്കാൾ വലുതാണെങ്കിൽ,
പുറകെ ചലിക്കുന്ന ഇരുട്ടിൻ്റെ അധികാരവും വരും. ഈ വാഗ്ദത്തത്തിലേക്ക് നിങ്ങൾ പോകുമ്പോൾ നിങ്ങളുടെ സ്വസ്ഥത മുഴുവൻ കെടുത്തും, നിങ്ങളുടെ മനസ്സമാധാനം കെടുത്തും. എങ്ങനെയും ലക്ഷ്യം ഈ വാഗ്ദത്തത്തിന്റെ പുറത്തു വരണമെന്നാ. യേശു കർത്താവ് തന്റെ പ്രാർത്ഥിച്ച് 12 പേരെ അപ്പോസ്തലന്മാരാക്കി. അവരെന്ന് അപ്പോസ്തലന്മാരെന്ന് പേര് മാത്രമേ പറയാൻ പറ്റുള്ളൂ. 12 പേരെ തെരഞ്ഞെടുത്തുള്ളൂ. നിങ്ങൾ 12 പേരും അപ്പോസ്തലന്മാരായിരിക്കും എന്ന് പറഞ്ഞു. വാഗ്ദത്തം അവരുടെ മേൽ കൊടുത്തു. പിശാച് ഇത് കേട്ടോണ്ട് നിൽക്കുക. കുറച്ച് നാൾ കഴിഞ്ഞ പത്രോസ് അപ്പോസ്തലൻ ഒരു ചോദ്യം, വീടും വിട്ടു കൂടും വിട്ടു എല്ലാം വിട്ട് നിന്റെ പിന്നാലെ വന്ന് ഞങ്ങൾക്ക് എന്നാ കിട്ടും, ഞങ്ങൾക്ക് എന്നാ പ്രയോജനം? യേശു അവരോട് പറഞ്ഞു, 12 ഗോത്രങ്ങളെ ഭരിക്കുവാൻ ഞാൻ നിന്റെ മേൽ കൃപയെ തരും. നഷ്ടപ്പെട്ടത് മുഴുവൻ 100 മടങ്ങായി ഞാൻ തരും. എൻ്റെ രാജ്യവും നീതി അന്വേഷിപ്പീരെന്ന് അവരോടൊരു വാഗ്ദത്തം ചെയ്യുമ്പോൾ പിശാചും ശ്രദ്ധയോടെ കേട്ടോണ്ടിരിക്കുക. വാഗ്ദത്തം വന്നു കാണിരിക്കുക. 12 അപ്പോസ്തലന്മാർ എഴുന്നേക്കാൻ പോകുന്നു. രാജ്യങ്ങൾ കീഴടക്കുന്ന 12 എണ്ണം എഴുന്നേക്കാൻ പോവുക. ഇവന്മാരെ എങ്ങനെ ഒതുക്കണമെന്ന് പദ്ധതി ഇട്ടുകൊണ്ട് പിശാച് കൂടാൻ തുടങ്ങി. പിശാച് വന്ന് ഓരോന്നിൻ്റെ പിന്നിൽ നടന്നു. ഒരുത്തനെ കിട്ടിയില്ല. അവസാനം കണ്ടു, ഒരുത്തനെ കണ്ടു. അവൻ പണത്തിൻ്റെ പിന്നിൽ നിൽക്കുന്നവനെന്നുണ്ട്. യൂദായെ പിടിച്ചു, നാഥനെ ഒറ്റിക്കൊടുക്കുവാൻ. അപ്പോസ്തലനാകേണ്ടവൻ കഴുകുമരത്തിൽ മരത്തിന്റെ ചില്ലയിൽ തൂങ്ങപ്പെടേണ്ട വന്നതിന്റെ കാരണം യഹോവയെ മുഖാമുഖം കാണാത്തതിന്റെ കുഴപ്പമാ. ഇന്ന് പകൽക്കാലം ദൈവം പറഞ്ഞ വാക്കിനെ വിശ്വസിക്കാത്തത് കൊണ്ടോ? ഇന്ന് പകൽ ദൈവം പറഞ്ഞ വാക്കിനെ നീ വിശ്വസിക്കാൻ റെഡിയാണെങ്കിൽ ഇന്ന് പകൽക്കാലം പറയാ, നീ തൂങ്ങാനല്ല ദൈവം വിളിച്ചത്, നീ അനുഗ്രഹിക്കപ്പെടാനാ ദൈവം വിളിച്ചത്. നീ നശിക്കാനല്ല നിന്നെ വിളിച്ചത്, നിന്നെ ദൈവം ഉയർത്താവുന്ന ദൈവം വിളിച്ചെങ്കിൽ ഇന്ന് പകലിൽ അറിയണം, ആത്മാവിന്റെ ശക്തിക്കകത്ത് വിളിച്ചുള്ള ഈ പ്രതികൂലത്തെ ഞാൻ ജയിക്കുക തന്നെ ചെയ്യും. ഈ മതിൽ ഞാൻ ചാടിക്കടക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അധികമായി അഭിഷേകം ഒരുവന്റെ മേൽ വരുന്നുണ്ടെങ്കിൽ, അധികമായി ദൈവം ഒരു വാഗ്ദത്തം ഇടുന്നുണ്ടെങ്കിൽ, അവനെ തകർക്കുന്ന ശക്തികളും അവന്റെ പിന്നിൽ കാണും. അവനെ കെടുത്താൻ നിൽക്കും, അവനെക്കുറിച്ച് അപവാദങ്ങൾ പറയും, അവന്റെ ജീവിതത്തെ മരപ്പിക്കും. അവരെ എന്തെല്ലാം മേഖലകളിൽ പിശാച് ഒതുക്കും, അവിടെ മുഴുവൻ ഒതുക്കും. പക്ഷെ നിന്നെ ഒതുക്കാൻ ശ്രമിക്കുമ്പോഴും നിന്റെ അകത്തുള്ള നെരിപ്പോട് കത്തിക്കൊണ്ടിരിക്കണം. ഇന്ന് ആത്മാവിനകത്ത് ഞാൻ വിളിച്ചു പറയാം, ദൈവം എന്നെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ആകുമെന്ന് അകത്ത് വിളിച്ചു പറയുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ദൈവം എന്നോട് പറഞ്ഞത് അത് വെളിപ്പെടുക തന്നെ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. അപ്പൊ ദൈവശബ്ദത്തെ ആര് ശ്രദ്ധിച്ചിരിക്കണം, കേട്ട നമ്മൾ വിശ്വസിക്കണം. ഇപ്പോഴത്തെ അവസ്ഥ ഭയങ്കര ദയനീയമാണ് അല്ലേ? നിങ്ങളുടെ കാര്യം കറക്റ്റ് ആയിരിക്കും, എൻ്റെ കാര്യം ഞാൻ പറയുന്നേ. ഒന്നൊന്ന് കണക്ട് ചെയ്യാൻ ചിലപ്പോൾ പാടുപെടുന്നുണ്ട്. ഒന്ന് സെറ്റായി വരുമ്പോൾ വേറൊന്ന് കയറി വരും. ഒന്ന് ശാന്തമാകുമ്പോൾ അടുത്ത് തലയ്ക്ക് നേരെ വരും. പക്ഷെ അവിടെ എനിക്കൊരു കാര്യം അറിയാം, കർത്താവിൻ്റെ ഒരു കോളിങ് കിടപ്പുണ്ട്. ഓ, എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നു? അത് സംഭവിക്കുമെന്ന് എനിക്ക് നല്ല ബോധ്യമാണ്. ഹല്ലേലൂയ. ആമേൻ. ഞാൻ ഇപ്പോഴും നിങ്ങളോട് പറയുന്നു, കർത്താവിൻ്റെ ആത്മാവ് പഠിപ്പിക്കണം. കർത്താവിൻ്റെ ആത്മാവിൻ്റെ ശബ്ദവും കേൾക്കണം. ചിലപ്പോൾ ഒരു രാത്രി ഉറങ്ങാൻ പറ്റിയെന്ന് വരത്തില്ല കേട്ടോ. ഇന്നലെ ഞാൻ ഉറങ്ങിയ 1.5 മണിക്കൂർ താഴെ, 1.5 മണിക്കൂർ എനിക്ക് അറിയത്തില്ല ഉറങ്ങിയോ തന്നെ, അത്രേ എനിക്കറിയത്തുള്ളൂ. തട്ടി എഴുന്നേപ്പിച്ച് ഇരുത്തുമായിരുന്നു. പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇരിക്കുമായിരുന്നു. ഇന്ന് പകലിൽ അറിയണം, ആമേൻ, ദൈവത്തിനൊന്ന് പദ്ധതി ഉണ്ടെങ്കിൽ ആ പദ്ധതി നിന്റെ വീടിനകത്ത് തെളിയും. ആമേൻ, അത് നിന്റെ ഭവനത്തിനകത്ത് തെളിയും. ദൈവത്തിന് നിന്നോട് സംസാരിക്കാനുണ്ട്. എത്ര പേര് ആമേൻ പറയും? ദൈവത്തിന് നിന്നോട് സംസാരിക്കാനുണ്ട്. ദൈവത്തിന് നിന്റെ കുഞ്ഞുങ്ങളോട് സംസാരിക്കാനുണ്ട്. ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. എത്ര പേര് ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കുന്നുണ്ട്? ഹല്ലേലൂയ. ആമേൻ. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. ആമേൻ. എന്ന് നിങ്ങളുടെ അകത്ത് പറയണം, ആമേൻ, ദൈവ വാഗ്ദത്തത്തെ
വിശ്വസിച്ച് അതിനെ കേട്ടുകൊണ്ടിരിക്കുന്നവനോട് പറയുക, വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യത്തിനകത്ത് വരുമ്പോൾ പറയുക, ആമി പ്രവാചക ശബ്ദം കേട്ടവൻ, അതിനെ കളയാത്തവൻ, അതിനെ ശ്രദ്ധയോട് കേട്ടവൻ, അതിനെ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നവനോട് പറയുക, അനന്തരം സ്വർഗത്തിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. കാഹളം പോലെ എന്നോട് സംസാരിച്ചു. ആദ്യത്തെ ശബ്ദം എന്നോട്, ഇവിടെ കയറി വരിക, മേലാൽ സംഭവിപ്പാനുള്ളത് ഞാൻ നിനക്ക് കാണിച്ചു തരാ. പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലെ, നിന്നോട് പറയുക, നീ ഇന്ന് കഷ്ടതയിലായിരിക്കുമ്പോഴോ സ്വർഗം നിനക്ക് വേണ്ടി വാതിൽ തുറന്നിട്ട് പറയുക, നീ നിരാശപ്പെട്ടു പോകണ്ട കേട്ടോ, നിന്നെ ചില ദർശനങ്ങൾ കാണിക്കാൻ പോകുക. ആമി പത്രോസ് ആമി വെൺമാടത്തിനകത്ത് നിരാശയ്ക്കകത്ത് കയറി പ്രാർത്ഥിപ്പാൻ ഇരിപ്പോ സ്വർഗം തുറന്നിട്ട് ഒരു തുപ്പട്ടി ഇറക്കി അങ്ങോട്ട് കൊണ്ടുപോയി വെച്ചു. ഹല്ലേലൂയ, അവന്റെ മുന്നിൽ ഇറക്കുക. ആമി നിങ്ങൾ പഴയ നിയമത്തിലേക്ക് പോകണം. ആമി യാക്കോബ് ഒരു കല്ലെടുത്ത് തലക്കീൽ വെച്ച് ഒരു ഭയപ്പാടോട് കൊടുക്കുമ്പോ സ്വർഗം തുറന്നിട്ട് അതിൽ കൂടെ ദൂതന്മാർ കയറുകയും ഇറങ്ങുകയും ചെയ്തിട്ട് പറയുന്നു, ഒരു ശബ്ദം കേൾക്കുന്നു, ഞാൻ അബ്രഹാമിന്റെ ദൈവമോ, ഞാൻ ഇസ്ഹാക്കിന്റെ ദൈവമോ, നിന്റെ അതിരിനെ ഞാൻ വിശാലമാക്കുന്നവനാ. ഇന്ന് പകൽ വിളിച്ചു പറയണം, ആമി ദൈവസന്നിധി വിശ്വസ്തയോടെ നിൽക്കുന്നവനോട് പറയാ, നിനക്കായിട്ട് ഒരു വാതിൽ ദൈവം തുറന്നിട്ടുണ്ട്, ഒരു വാതിൽ നിനക്കായി തുറന്നിട്ടുണ്ട്. ഓ, ഇന്ന് ശബ്ദം കേൾക്കുന്നവർക്ക് ഓ ഹല്ലേലൂയ, ആമേ, നിരാശപ്പെടണ്ട, നിരാശപ്പെടണ്ട, നിരാശപ്പെടണ്ട. ദൈവം നിന്നെ പുതിയത് കാണിക്കാൻ പോകുക. നിരാശപ്പെടണ്ട, നിന്റെ തലമുറകളെ ദൈവം കാണിക്കാൻ പോവുക. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനിത് പറഞ്ഞുകൊണ്ടിരുന്നതിന്റെ കാരണം എന്തെന്നറിയോ? ആമേ, ഒരിക്കലൊരു കുടുംബം എൻ്റെ അടുത്ത് നിൽക്കുക, ഭയങ്കര നിരാശയുടെ മുന്നിൽ സകലവും തകരപ്പെട്ട് നിൽക്കുക, ഒന്നും എത്തിപ്പെടാൻ നിൽക്കുമ്പോൾ എന്നോട് ചോദിച്ചു, ബ്രദറെ, ഞങ്ങളുടെ ഭാവിയെക്കുറിച്ച് എന്നാ പറയുന്നു പറഞ്ഞു. ഞാനന്ന് പറഞ്ഞു, ആത്മാവിനോടൊരു കാര്യം പറഞ്ഞു, നിങ്ങളുടെ മകനെ കോമ്പസ് കൊണ്ടൊരു രാജ്യത്ത് കുത്തിയിട്ട് കറക്കുന്ന പോലെ ദൈവം കറക്കുന്ന ഒരു കാലമുണ്ട്. എന്നിട്ട് ആത്മാവിനോട് വീണ്ടും ഒരു കാര്യം പറഞ്ഞു, നിങ്ങളുടെ കയ്യിൽ ഒരു പെൺകുഞ്ഞുമായിട്ട് എയർപോർട്ടിൽ നിൽക്കുന്ന ഒരു കാഴ്ച എന്നെ ദൈവം തമ്പുരാൻ കാണിക്കുന്നു. ഈ 2 കാഴ്ചകൾ ഇന്ന് ദൈവസംഘം നടത്തി കഴിഞ്ഞു, പക്ഷെ സഭയ്ക്കകത്തില്ല. കാരണം വാഗ്ദത്തം വേറെ കിടക്കുകയാ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നേരെ നിന്ന് പ്രാർത്ഥിക്കാൻ റെഡിയാണെങ്കിൽ നീ കോമ്പസ് കൊണ്ട് മാത്രമല്ല അത്ഭുതങ്ങളെ നീ കാണുക തന്നെ ചെയ്യും. ഓ, വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ദൈവാത്മാവൊന്ന് വെളിപ്പെടുത്തിയ അത് സംഭവിക്കുമെന്ന്, ആമേൻ, സംഭവിക്കുമെന്ന് വിശ്വസിക്കാൻ റെഡിയാണെങ്കിൽ സ്വർഗത്തിന്റെ വാതിൽ നിനക്ക് വേണ്ടി തുറക്കും. സ്വർഗത്തിന്റെ വാതിൽ നിനക്ക് വേണ്ടി തുറക്കും. സ്വർഗത്തിന്റെ വാതിൽ തലമുറയ്ക്ക് വേണ്ടി തുറക്കും. ഇന്ന് നീ നിരാശപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ, നിരാശയിൽ ഇരിക്കുമ്പോ സ്വർഗം പറയുക, നീ കുഞ്ഞെ കയറി വാ, നീ കയറി വാ, ഇനി സംഭവിക്കാനുള്ളത് ഞാൻ നിന്നെ കാണിക്കാൻ പോകുക. ഓ, വിശ്വസിക്കുക മാത്രം കർത്താവിനെ സ്തോത്രം ചെയ്യ്. സംഭവിക്കാനുള്ളത്, സംഭവിക്കാനുള്ളത്, സംഭവിക്കാനുള്ളത് ദൈവം നിന്നെ കാണിക്കുമെന്ന്. ഓ, ദൈവം നിന്നെ കാണിക്കുമെന്ന്. ഓ, വിശ്വസിക്കുന്നത് മാത്രം കർത്താവിനെ സ്തോത്രം ചെയ്യ്. ഇന്ന് പകലിൽ ആത്മാവി വിളിച്ചു പറ, ആത്മാവി വിളിച്ചു പറ, ആവി എനിക്ക് കാണിപ്പാനുള്ളത് സ്വർഗം എനിക്ക് വേണ്ടി തുറക്കുമെന്ന്, സ്വർഗം എനിക്ക് വേണ്ടി തുറക്കുമെന്ന് വിശ്വസിക്കുന്നവർക്കായി കർത്താവിനെ ഞാൻ സ്തോത്രം ചെയ്യുക. ഇതിനെ പൗലോസ് പറഞ്ഞത്, മകനെ തീമോത്തിയോസേ, നിന്നെക്കുറിച്ച് മുമ്പുണ്ടായ പ്രവചനങ്ങൾക്കൊത്തപ്പെടാം ഞാൻ ആജ്ഞ നിന്നെ ഏൽപ്പിക്കുന്നു. നീ വിശ്വാസം നല്ല മനസാക്ഷി ഉള്ളവനായി അവയെ അനുസരിച്ചാൽ നല്ല യുദ്ധസേവ ചെയ്തോണം. നീ കേട്ട പ്രവചനത്തിൽ നിന്ന് അനങ്ങി മാറിപ്പോകല്ലേ. നീ കേട്ട പ്രവചനത്തിനകത്ത് നിലനിന്നോണം. നീ കേട്ട പ്രവചനത്തിനകത്ത് ഉറച്ചോണം. നിനക്ക് വേണ്ടി ദൈവം ചില ചെയ്യാൻ പോവുക. ഓ, ദൈവം നിനക്ക് വേണ്ടി ചില അത്ഭുതങ്ങൾ ചെയ്യാൻ പോവുക. ദൈവം നിനക്ക് വേണ്ടി ചില അത്ഭുതങ്ങൾ ചെയ്യാൻ പോവുക. ഓ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ആമേൻ. തീമോത്തിയോസിനോട് പറയുക, ആമേൻ, ദൈവം, ആമേൻ, പൗലോസ് പറയുക, ആമേൻ, നീ കേട്ടത് വിട്ടുകളയില്ല കേട്ടോ. ആമേൻ, അടുത്ത് നിന്റെ മേൽ വരാൻ പോകുക. ഇന്ന് പകല് ഞാൻ പറയുക, നീ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാൻ റെഡിയാണെങ്കിൽ സ്വർഗത്തിലെ ദൈവം നിനക്ക് വേണ്ടി സ്വർഗം തുറക്കാം. ആമേൻ. ഇന്ന് പകൽക്കാലം അബ്രഹാമിന് വേണ്ടി സ്വർഗം തുറന്നെങ്കിൽ, ആമേൻ, ഇസ്ഹാക്കിന് വേണ്ടി സ്വർഗം തുറന്നെങ്കിൽ, യാക്കോബിന് വേണ്ടി സ്വർഗം തുറന്നെങ്കിൽ, പൗലോസിന് വേണ്ടി തുറന്നെങ്കിൽ, പത്രോസിന് വേണ്ടി തുറന്നെങ്കിൽ, ഇന്ന് ധൈര്യത്തോടെ നിന്റെ പേര് ചേർത്ത് വിളിച്ചു പറ, എനിക്ക് വേണ്ടി സ്വർഗം തുറക്കും. മേലാൽ സംഭവിപ്പാനുള്ളത്, മേലാൽ സംഭവിപ്പാനുള്ളത് എന്നോട് സംസാരിക്കുമെന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ആമേൻ. വിശ്വസിക്കുക മാത്രം കർത്താവിനെ സ്തോത്രം ചെയ്യും. ഇന്ന് പകൽ അത് സംഭവിക്കാൻ പോകുന്നതിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ അകത്ത് നല്ലവണ്ണം നമ്മൾ അറിയണം, ദൈവം പറഞ്ഞത് സംഭവിക്കുമെന്ന്.
അതുകൊണ്ട് സംഖ്യാപുസ്തകത്തിനകത്ത് ആമീൻ 23-ാം അധ്യായം 19-ാമത്തെ വാക്യം പറയുക, വ്യാജം പറവാൻ ദൈവം മനുഷ്യനല്ല, അനുതപിപ്പാൻ അവൻ മനുഷ്യപുത്രൻ. നിന്നെക്കുറിച്ച് പറഞ്ഞൊരു പ്രവചനം നടന്നില്ല കേട്ടോ, കഷ്ടമായി പോയി, ഇനി എന്നാ ചെയ്യും? ഇങ്ങനൊന്നും പറയുന്നതല്ലെന്ന് എൻ്റെ കർത്താവ്. ഹല്ലേലൂയ. കർത്താവ് ഒരു വാക്ക് കൽപ്പിച്ചതാ. അതുകൊണ്ട് ആ ശതാധിപൻ പറഞ്ഞിട്ട് യേശുവിനെ അറിയിച്ചെന്നിട്ട് പറയുക, നീ ഒരു വാക്ക് കൽപ്പിച്ച എൻ്റെ ബാല്യക്കാരൻ സൗഖ്യമാ. ഇന്ന് പകൽ ഓർത്തോളം, ഒരൊറ്റ വാക്ക് മതി അത്ഭുതം നടക്കാൻ. ഒരു വാക്ക് മതി. ഒറ്റ വാക്ക് മതി. യായിറോസിന്റെ മരിച്ചവളെ എഴുന്നേൽപ്പിച്ചത് ഒരൊറ്റ വാക്കാ. ഒരു വാക്കുകൊണ്ട് യേശു പറഞ്ഞു, ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോ ലാസർ പുറത്തു വന്നെങ്കിൽ ഇന്ന് പകൽ വിശ്വസിക്ക്, അവൻ പറഞ്ഞത് സംഭവിക്കുമെങ്കിൽ ഇന്ന് പകൽ വ്യാജം പറവാൻ ദൈവം മനുഷ്യനല്ല, അനുതപിപ്പാൻ മനുഷ്യപുത്രനുമല്ല. താൻ കൽപ്പിച്ച് ചെയ്യാതിരിക്കുമോ? താൻ അരുളിച്ച് നിവർത്തിക്കാതിരിക്കുമോ? ദൈവം അരുളി ചെയ്തത് നിവൃത്തിയാകുമെന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്വത്രം ഒരു വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്. അവൻ പറഞ്ഞത് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുമെന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്വത്രം ചെയ്യുക. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? ഇന്ന് പകൽ അറിയണം, ഈ പ്രവചനത്തെ തുച്ഛീകരിക്കുകയല്ല, പ്രവചനം വന്നു ചേരാൻ പോകുക. ആത്മാവിനകത്ത് വിളിച്ചു പറയണം, ഹല്ലേലൂയ, അത്ഭുതം നടക്കാൻ പോകുകയാണെന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്വത്രം ചെയ്യുക. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 32-ാം അധ്യായം 17-ാമത്തെ വാക്യം പറയുക, അയ്യോ യഹോവയായ കർത്താവേ, നിന്റെ മഹാശക്തി കൊണ്ടും നീ നീട്ടിയ ഭുജം കൊണ്ടും നീ ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കി, നിനക്ക് അസാധ്യമായി ഒന്നുമില്ലല്ലോ. തമ്പുരാന്റെ കരം കൊണ്ട് ആകാശവും ഭൂമിയും ഉളവാക്കിയെന്ന് ഞാൻ വിശ്വസിക്കുമ്പോൾ എനിക്കൊരു കാര്യം അറിയാം, അവന് എൻ്റെ കാര്യത്തിൽ ഒരസാധ്യവുമില്ല. അവൻ ഇന്നെ പണിയാൻ തുടങ്ങിയ കുശവന്റെ കയ്യിലിരിക്കുന്ന കളിമണ്ണാണ് ഞാനെങ്കിൽ അവൻ ഇന്ന് ബോധിച്ച പോലെ എന്നെ പണിയാൻ തുടങ്ങുന്നെങ്കിൽ, ഇന്ന് ആർക്കും എതിർക്കാൻ മേലാത്ത പോലെ അവൻ പണിയുമെങ്കിൽ, ഇന്ന് പകൽ അറിഞ്ഞു, നിന്റെ ഭാരത്തെ അവൻ മാറ്റുവാൻ അവൻ സർവശക്തനാ. നിന്റെ കണ്ണുനീരിനെ തുടയ്ക്കാൻ അവൻ സർവശക്തനാ. ഹല്ലേലൂയ. ആമേൻ. ലാസറിന്റെ ഭവനത്തിലേക്ക് വരുന്ന യേശുവിനെ കാണാം. അവർ പറയുന്നു, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കത്തില്ലായിരുന്നോ? അവിടെ നിന്നുകൊണ്ട് നോക്കിക്കോളാം. നീ വിശ്വസിച്ചാൽ അടുത്ത സ്റ്റെപ്പ് പറയാം. നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും. ഇന്ന് പകലിൽ ആത്മാവ് ഇങ്ങനെ തന്നെ വിളിച്ചു പറയുന്നു, നീ വിശ്വസിക്കാൻ റെഡിയാണെങ്കിൽ ഈ ദിവസം നീ അത്ഭുതം കാണാൻ പോകുക. നീ വിശ്വസിക്കാൻ റെഡിയാണെങ്കിൽ ഒരു അത്ഭുതം ഈ ദിവസം വരാൻ പോകുക. നീ വിശ്വസിക്കാൻ റെഡിയാണെങ്കിൽ ഈ 40 ദിവസത്തിനുള്ളിൽ ചില അത്ഭുതങ്ങൾ നടക്കാൻ പോകുക. ഈ വിശ്വസിക്കാൻ റെഡിയാണെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഇറങ്ങാൻ പോകുക. നീ വിശ്വസിക്കാൻ റെഡിയാണെങ്കിൽ ഒരു വിടുതൽ സംഭവിക്കാൻ പോകുക. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വന്ന ആത്മാവിന്റെ തീ പകർന്ന് തനിയെ കാരാഗ്രഹങ്ങൾ തുറക്കപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി നിന്റെ ഭവനത്തിനകത്ത് വെളിപ്പെടുമെന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. യോബിന്റെ പുസ്തകം 8-ാം അധ്യായം 7-ാമത്തെ വാക്യം. യോബിന്റെ പുസ്തകം 8-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം. നിന്റെ പൂർവസ്ഥിതി അല്പമായെന്ന് തോന്നും, നിന്റെ ഇനിയും വരാൻ പോകുന്ന കാലം അതിമഹത്വമുള്ള കാലം. ഈ 40 ദിനം കഴിയുമ്പോൾ തന്നെ നിന്റെ കാലം ഒന്ന് മാറാൻ പോവുക. ഒരു മേജർ ഷിഫ്റ്റ് നടക്കാൻ പോവുക. എനിക്കൊരു കാര്യത്തിൽ നല്ല വിശ്വാസമുണ്ട്. ചില അന്ധകാരത്തിന്റെ ഇരുട്ടിന്റെ ശക്തികൾ വഴിമാറും. ചില പോരാട്ടത്തിന്റെ ശക്തികൾ മാറാം. നന്മയിലേക്ക് തടയുന്ന ചില വാതിലുകൾ ദൈവം തുറക്കാൻ പോവുക. ഈ നാളുകൾ വരെ നിന്നെ വിടത്തില്ലെന്നോ നിന്നെ ഉയർത്തില്ലെന്നും വാദിച്ചുകൊണ്ടിരുന്ന ചിലതല്ല ഈ നാളുകളിൽ ദൈവത്താൽ കീഴടങ്ങപ്പെടാൻ പോകുക. എത്ര പേർ ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കുന്നുണ്ട്? നന്മയിലേക്ക് വിടത്തില്ലെന്നോ ചില വാതിലുകൾ തുറക്കത്തില്ലെന്നോ നീ അനുഭവിക്കുമെന്നോ ദേശം പറഞ്ഞുകൊണ്ടിരുന്നെങ്കിൽ ഇന്ന് പകലിൽ എഴുതി വെച്ചോ. ഈ ദിവസങ്ങൾ കഴിയുമ്പോൾ സ്വർഗം ചില വാതിൽ തുറന്ന് ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടാൻ പോകുക. ആമേൻ. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? അതുകൊണ്ട് ബൈബിൾ പറയാ, നിന്റെ അന്ത്യസ്ഥിതി, ഇനി വരാൻ പോകുന്ന സ്ഥിതി അതിമഹത്തായതുള്ളതാ. ഇന്ന് പകൽ എത്ര പേര് ആമീൻ പറഞ്ഞ് ഏറ്റെടുക്കുന്നുണ്ട്? ഏറ്റെടുക്കുന്നവർ എത്ര വിശ്വാസത്തോടെ വിളിച്ചു പറയാ, ദൈവം നിന്നെ ഒന്ന് ശക്തീകരിക്കാൻ പോവാ.
ആമീൻ വരുന്നില്ലല്ലോ, ആമീൻ വരുന്നില്ലല്ലോ. ദൈവം നിന്നെ ഒന്ന് ശക്തീകരിക്കാൻ പോവുക. എത്ര പേര് ആമീൻ പറയുന്നുണ്ട്? ദൈവം നിന്നെ ഒന്ന് ഉയർത്താൻ പോവുക. എത്ര പേര് ആമീൻ പറഞ്ഞ് ഏറ്റെടുക്കാൻ റെഡിയാകുന്നുണ്ട്? ദൈവം ചിലതിനെ ഉയർത്താൻ പോവുക. ആമേ, ഇന്ന് വിശ്വസിക്കാൻ റെഡിയായിക്കോ. ദൈവം ചില മണ്ഡലങ്ങൾ തുറക്കാൻ പോവുക. ദൈവം ചില വഴികളെ ആമേ, ഹല്ലേലൂയ, ആമേ. ഇന്ന് ദൈവാത്മാവ് ഇങ്ങനെ പറയുന്നത്, കുറച്ച് കാലമായിട്ട് ഇങ്ങനെ നോക്കിക്കോണേ. 1 പത്രോസ് 5 വരുമ്പോൾ ഇങ്ങനെ പറയുന്നത്, എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ. ഇപ്പം ഇച്ചിരി കഷ്ടത്തിൽ കൂടെ ഒക്കെ പോവുക. പിള്ളേരുടെ ഫീസിൻ്റെ വിഷയം, ചില കടത്തിൻ്റെ വിഷയം, രോഗത്തിൻ്റെ വിഷയം. ഒന്നൊക്കുമ്പോൾ ഒന്നൊക്കുന്നില്ല. ഒന്ന് റെഡിയാന്ന് തോന്നും, വേറെ വഴി പോകുന്നു. അങ്ങനെ ആകെപ്പാടെ എല്ലാം ചടങ്ങ. ഒരു നന്മയൊന്നും കാണുന്നില്ല. ഒരു വാതിലൊക്കെ അങ്ങോട്ട് തുറക്കണമെന്ന് കുറേ കാലമായിട്ട് അറിയുക. 7.5 വർഷമായിട്ട് അടയപ്പെട്ട വാതിലിൻ്റെ മുൻപിലാണ് നിങ്ങൾ നിൽക്കുന്നത്. ആണെന്നോ അല്ലെന്നോ? 7.5 വർഷമായിട്ട് നിങ്ങളോട് ആത്മാവ് പറയുന്നത്, 7.5 വർഷമായിട്ട് ചില വാതിലുകൾ അടയപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ആത്മാവ് ഇന്ന് പറയുന്നു, ഇന്ന് ദൈവാത്മാവ് നിന്നെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഈ വരുന്ന ഓഗസ്റ്റ് മാസം 17 നിന്റെ ഭവനത്തിനകത്ത് ചില നന്മയുടെ വാതിൽ ദൈവം തുറക്കാൻ പോവുക. ആമി, അടയപ്പെട്ട ചിലത്. ആമി, എന്നെ ദൈവം ഇങ്ങനെ എന്നോട് കർത്താവ് പറയുന്നത്, ആമി ഒരു ഷട്ടറിട്ട് അടച്ച താക്കോൽ കൊണ്ട് പൂട്ടിയതിനെ സ്വർഗത്തിലെ ദൈവം അത് തുറന്ന് നിന്നെ ഉയർത്താൻ പോവുക. യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും. ആമി, ഇത് പറയുന്നു, അല്പകാലത്തേക്ക്. എന്താ കഷ്ടം അനുഭവിച്ച്? അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ. വാക്തത്വമെല്ലാം ഉണ്ട് അല്ലേ? വാക്തത്വമുണ്ട്. അനേക പ്രവചന ശബ്ദം കേട്ടു, എല്ലാം എൻ്റെ അകത്തിരിക്കുക. പക്ഷേ ഞാൻ പോകുന്ന വഴിയല്ല എന്നാ, കഷ്ടവും നിന്നയുള്ള വഴി. എവിടെ പറയും? സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തൻ്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്നത്. കർത്താവ് എന്നെ വിളിച്ചിരിക്കുന്നത് എങ്ങോട്ടുള്ള? നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്നത്. സർവകൃപാലുവായ ദൈവം, ഇവിടെ നോക്കിക്കോണം, സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്താൻ പോവാ. ഇന്ന് വരെ കാണാത്ത ചില വീട്ടിലോട്ട് വരാൻ പോവാ. നിന്നെ ഒന്ന് യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കാൻ പോവാ. ആമേ, നിന്നെ ദൈവം ഒന്ന് ഉറപ്പിക്കാൻ പോവാ. ഇത്രയും നാൾ നീ ഒലഞ്ഞതും ആടിയതും കഴിഞ്ഞു. ഇന്ന് നിന്നെ ദൈവം ഒന്ന് ഉറപ്പിക്കാൻ പോവാ. ചില പ്രതിസന്ധിക്കകത്തുനിന്ന് ദൈവം പുറത്തു കൊണ്ടുവരാൻ പോവാ. ചില പ്രതിസന്ധിക്കകത്തുനിന്ന് ദൈവം നിന്നെ യഥാസ്ഥാനപ്പെടുത്താൻ പോവാ. ദൈവം ഒരു അടിസ്ഥാനം വിട്ട് അത്ഭുതം ചെയ്യാൻ പോവാ. ആമേ, അടിസ്ഥാനം ദൈവം വിടാൻ പോവാ. യേശുവിന്റെ നാമത്തിൽ ആമേ വിശ്വസിക്കുകയാണ്, ദൈവ അത്ഭുതങ്ങൾ നടക്കും. വിശ്വസിച്ചാൽ അത്ഭുതങ്ങൾ നടക്കും. ആമേ, വിശ്വസിച്ചാൽ ദൈവം ചില അത്ഭുതങ്ങൾ നടക്കും. വിശ്വസിക്കാൻ റെഡിയാണോ? വിശ്വസിക്കാൻ റെഡിയാണ്. സഹോദരരെ, ആത്മാവ് എന്നോട് ഇങ്ങനെ പറയുന്നു, നിങ്ങൾക്ക് പ്രൈവറ്റായിട്ടൊരു ഓഫീസ് നിങ്ങൾക്ക് വരും. പ്രൈവറ്റായിട്ട് ഒരു ഓഫീസ് വരും. ഇന്റർനെറ്റിൽ കൂടെയും മറ്റു മേഖലകളിൽ കൂടെ നിങ്ങൾ അവിടെ ഇരുന്ന് ബിസിനസ് ചെയ്യത്തക്ക തലത്തിൽ ദൈവം നിങ്ങളെ മാറ്റുവാൻ പോകുക. ഒരു പുതിയ അഭിഷേകത്തിന്റെ പുതപ്പ് ഈ ഹോളിനകത്ത് വീഴുന്നുണ്ട്. ഒരു പുതിയ അഭിഷേകത്തിന്റെ പുതപ്പ്. അതുകൊണ്ട് ദൈവം പറയുന്നു, ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി. ദൈവം നിന്നെ യഥാസ്ഥാനപ്പെടുത്തി. ഈ നാളുകളിൽ നീ നടന്ന അലച്ചിൽ കഴിയാൻ പോവുക. തലമുറയ്ക്കകത്തൊരു ഉറപ്പിക്കൽ വരാൻ പോകുക. ദൈവം ശക്തീകരിക്കപ്പെടാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ ഒരു ഉറപ്പിക്കലും ഒരു ശക്തീകരണവും ആത്മാവി സംഭവിക്കുമെന്ന്, ആത്മാവി അത് സംഭവിക്കാൻ പോകുകയെന്ന് വിശ്വസിക്കുന്നവർക്ക് യേശുവിന്റെ നാമത്തിൽ. അതുകൊണ്ട് പറയുന്നു, ദൈവത്തിന്റെ വാഗ്ദത്തത്തിന്റെ സമയമായപ്പോ അവൻ സാറായെ യഹോവയായ ദൈവം സന്ദർശിച്ചതുപോലെ ഇന്ന് വിശ്വസിക്കാൻ റെഡിയാണെങ്കിൽ ചില കുടുംബങ്ങളെ ഇന്ന് കർത്താവ് സന്ദർശിക്കുന്നുണ്ട്. ചില കുടുംബങ്ങളെ ദൈവം സന്ദർശിച്ചുകൊണ്ടിരിക്കുക. യേശുവിന്റെ നാമത്തിൽ എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നുണ്ട്? വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ചില ഭവനങ്ങളുടെ മേൽ ദൈവത്തിന്റെ സന്ദർശനമുണ്ട്. ചില ഭവനങ്ങളുടെ മേൽ ഇന്ന് പകൽ ആത്മാവ് ഇങ്ങനെ തന്നെ പറയുന്നു, ചില ഭവനങ്ങളുടെ മേൽ ദൈവിക സന്ദർശനം വെളിപ്പെടുന്നുണ്ട്. എത്ര പേര് ആമീൻ പറയുന്നുണ്ട്? ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർക്ക് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് വചനം പറയുക, ഞാൻ പെട്ടെന്ന് നിർത്തും. അതുകൊണ്ട് വചനം പറയുക, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 51-ാം അധ്യായത്തിൽ നീതിയെ പിന്തുടരുന്നവരും യഹോവയെ അന്വേഷിക്കുന്നവരും ആയുള്ളവരെ എന്താ ചെയ്യണം? ദൈവത്തിന്റെ നീതിയെ പിന്തുടരുന്നവരും യഹോവയെ അന്വേഷിക്കുന്നവരും ആയുള്ളവരെ
എൻ്റെ വാക്ക് കേൾപ്പീൻ. നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും തിരിഞ്ഞൊന്ന് നോക്കുവീൻ. നിങ്ങളുടെ പിതാവായ അബ്രഹാമിലേക്കും നിങ്ങളെ പ്രസവിച്ച സാറായിലേക്കും തിരിഞ്ഞു നോക്കുവീൻ. ഞാൻ അവനെ ഏകനായിട്ട് വിളിച്ചു, അവനെ അനുഗ്രഹിച്ചു വർദ്ധിപ്പിച്ചു. ആത്മാവിനകത്തറിയണം, യഹോവയെ സൂക്ഷിച്ചു നോക്കി അവന്റെ നീതിയിൽ നടക്കാൻ റെഡിയാണെങ്കിൽ അബ്രഹാമിനെ ഞാൻ വിളിച്ചതുപോലുള്ള വാഗ്ദത്തം ഇന്ന് ഈ സഭയോട് ഞാൻ വിളിച്ചു പറയാ. നിന്റെ തലമുറയ്ക്കകത്തത് വെളിപ്പെടുക. നിന്നെ ഏകനായിട്ട് വിളിച്ചത് ഞാൻ അനുഗ്രഹിക്കുവാനാ. നിന്നെ ഏകനായിട്ട് വിളിച്ചത്, നിന്റെ സഹോദരന്മാർ ഇടയിൽ നിന്നെ വിളിച്ചത്, നിന്റെ ചാർച്ചക്കാർ ഇടയിൽ നിന്ന് ഞാൻ വിളിച്ചത് നിന്നെ അനുഗ്രഹിക്കുവാനാ. ഓ, വിശ്വസിക്കുക മാത്രം കർത്താവിനെ സ്വത്രം ചെയ്യ്. ആമി ജാതികളുടെ ഇടയിൽ കോപരത്തിനകത്തുന്നു, ആമി സമുദായത്തിന്റെ ബന്ധനത്തിനകത്തുന്നു. നിന്നെ ഞാൻ വിളിച്ചത് അബ്രഹാമിന്റെ അനുഗ്രഹം നിന്റെ മേൽ കൈമാറുവാനാണ്. ഓ ഹല്ലേലൂയ. വിശ്വസിക്കുന്ന മാത്രം കർത്താവിനെ സ്വത്രം ചെയ്യ്. വിശ്വസിക്കുന്ന മാത്രം കർത്താവിനെ സ്വത്രം ചെയ്യ്. വിശ്വസിക്കുന്ന മാത്രം കർത്താവിനെ സ്വത്രം ചെയ്യ്. ഹല്ലേലൂയ. എന്നെ വിളിച്ചത് അവൻ അബ്രഹാമിന്റെ അനുഗ്രഹത്തോടു കൂടിയാ. എന്നെ വിളിച്ചത് അവൻ അനുഗ്രഹിക്കാൻ. എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? ഹല്ലേലൂയ. ആമേൻ. ഇന്ന് പകലിൽ അറിഞ്ഞോണം, ആമേൻ, നിന്നെ ദൈവം വിളിച്ചപ്പോ, ദൈവം നിന്നെ വിളിച്ച് വേർതിരിച്ചപ്പോ, ദൈവം നിന്നെ വിളിച്ച ദൈവത്തിൻ്റെ ഒരു പദ്ധതിയായ നീ പോലും അറിയാതെ ഞാൻ വിളിച്ചു പറയാ. ആമേൻ. ഹല്ലേലൂയ. 1 ശമൂവേൽ 10:1 പറയുക, അപ്പോൾ ശമൂവേൽ തൈലപാത്രം നിറച്ചു. അപ്പോൾ ദൈവത്തിന്റെ ശബ്ദം കേട്ടപ്പോൾ അപ്പോൾ ശമൂവേൽ തൈലപാത്രം എടുത്തു, അവന്റെ തലയിൽ ഒഴിച്ചു, അവനെ ചുംബിച്ചു പറഞ്ഞു, യഹോവ തൻ്റെ അവകാശത്തിന് പ്രഭു ആക്കിയിരിക്കുന്നു. എത്ര പേർ ആമേൻ പറയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ആമേ, ഇന്ന് പകൽ നിങ്ങളുടെ അകത്തറിഞ്ഞോണം, ദൈവം എൻ്റെ മേൽ വാഗ്ദത്തം ചെയ്തത് അത് നന്മയ്ക്കായി തന്നെ വരും. അത് നന്മയ്ക്കായി മാത്രമേ. ഇന്ന് പറയുന്നവർ പറയട്ടെ, അതിനപ്പുറം എൻ്റെ മേലൊരു വാഗ്ദത്തമുണ്ട്. എത്ര പേര് ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കുന്നുള്ളൂ? പറയുന്നവർ പറയട്ടെ, എൻ്റെ മേൽ ദൈവത്തിൻ്റെ ഒരു വാഗ്ദത്തമുണ്ടെന്ന് പറയുന്നവർക്കായി ഇന്ന് പകൽക്കാലം പറഞ്ഞ അബ്രഹാമിൻ്റെ അനുഗ്രഹം എൻ്റെ മേൽ വരും. എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? ഓ, വിശ്വസിക്കുന്നു. ആമേൻ. എത്ര പേര് വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നു? അതുകൊണ്ട് പറയുന്ന യെശയ്യാ 54 നമ്മൾ വായിച്ചു നിർത്തിയ 51 അല്ലേ, യെശയ്യാവിൻ്റെ 51 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. നീ ആർക്കെ വരുള്ളൂ? ഇത് എല്ലാത്തിനകത്തും ഒരു ചെറിയ ചൂണ്ടക്കുളത്ത് കിടപ്പുണ്ട്. ഈ ക്വസ്റ്റ്യൻ മാർക്ക് കണ്ടിട്ടില്ലേ? ക്വസ്റ്റ്യൻ മാർക്കിനടി ഒരു കുത്തൂടുണ്ട്, ചോദ്യമുണ്ട്, ഒരു കുത്തൂടെ തരും. അതുകൊണ്ട് ഇതിൻ്റെ പുറത്ത് ഈ ചോദ്യചിഹ്നത്തെ ഒന്ന് നോക്കണം. ദൈവം ഇങ്ങോട്ട് ചോദിക്കുക. ചോദിച്ചോ, വായിച്ചേ. നീതിയെ ഉണ്ടോ? ഈ നീതിയെ പിന്തുടരുന്നവരും യഹോവയെ അന്വേഷിക്കുന്നവരും. ഈ 2 കാര്യങ്ങൾ വേണം. അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, അത് അവന് നീതിയായി. ആരുടെ നീതിയെ പിന്തുടർന്നു? ദൈവത്തിൻ്റെ നീതിയെ പിന്തുടരുന്നവരാകണം. ഞാനതുകൊണ്ടാണ് പറഞ്ഞത്, സാഹചര്യങ്ങൾ നോക്കി ചെയ്യല്ലേ, എന്ത് ചെയ്യാൻ പറ്റുമോ ചെയ്തോണം. ഹല്ലേലൂയ. ഞാനതുകൊണ്ടാണ് പറഞ്ഞു, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ അനുഭവം ഞാനീ പറഞ്ഞത്, യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ നല്ലൊരു ശമരിയനായി മാറണം. ആരോഗ്യം ഉള്ളിടത്തോളം കാലം നന്മ ചെയ്തോണം. നിന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുമോ നീ ചെയ്യുന്നവനാണ്. ക്രിസ്തു ചെയ്തതുപോലെ രാത്രിയും പകലും ഉറങ്ങാതെ കർത്താവ് അത്ഭുതം ചെയ്തെങ്കിൽ, അനേകരെ നേടിയെങ്കിൽ, ആ ഒരു സ്ഥിതി നിൻ്റെ വേണം. രാത്രി 1 മണിക്കും 2 മണിക്കും ഒക്കെ സ്വിച്ച് ഓഫ് ചെയ്തേച്ച് കിടക്കല്ലേ. ആര് വിളിച്ചാലും എഴുന്നേക്കണം. എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? ആര് വിളിച്ചാലും. ഞാൻ നെറ്റ് പോലും ഓഫ് ചെയ്തില്ല. എപ്പോൾ എൻ്റെ നെറ്റ് ഓഫാക്കത്തേയില്ല. ഞാൻ നെറ്റ് ഓഫാക്കി എൻ്റെ പണ്ടൊരു അനുഭവം ഉണ്ടായത്, അതുകൊണ്ട് ഒന്നും ഓഫാക്കത്തില്ല. എപ്പം വിളിച്ചാലും കർത്താവേ അടിയനിതാന്ന് പറയുവാൻ. ഒരുത്തനെ ഒരു വിളി വെച്ച് ശൗമേലിനെ വിളക്കിൻ്റെ ചൂട്ടി കിടന്നുറങ്ങുക. ശൗമേലേന്നൊരു വിളി. ചാടി എഴുന്നേറ്റ് ഏലിയുടെ അടുത്ത് ചോദിച്ചു, അടിയനിതാ, എന്നെ വിളിച്ചു. ഏലി പറഞ്ഞു, എന്നെ വിളിച്ചില്ല, പൊക്കോളാൻ പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും വിളി. വീണ്ടും ചെന്നു, ഇല്ല. 3-ാമത്തെ പ്രാവശ്യം ഏലിക്ക് കാര്യം മനസ്സിലായി. തൻ്റെ തലമുറകൾ കേൾക്കാത്തത് ഈ ശൗമേൽ കേൾക്കാൻ തുടങ്ങി.
നിന്റെ തലമുറകൾ കേൾക്കാത്തത് ഇന്ന് ആത്മാവിനകത്ത് ഞാൻ വിളിച്ചു പറയാ, പലരും കേൾക്കാത്ത നീയും നിന്റെ തലമുറയും കേൾക്കാൻ പോവാ. പലരും അനുഭവിക്കാത്ത ചില നിന്റെ ജീവിതത്തിൽ വരാൻ പോവുക. പലരും കൈക്കൊള്ളാത്ത ചില നിന്റെ ജീവിതത്തിൽ വരാൻ പോവുക. അതുകൊണ്ടാണ് വിളിച്ചത്. മൂന്നാമത്തെ പ്രാവശ്യം ആമേ ശൗമേലേ എന്ന് വിളിക്കുമ്പോ അടിയനേതാ ഉത്തരവരുള്ളമേ എന്ന് ശൗമേൽ പറയുന്നെങ്കിൽ, ദൈവം ശൗമേലിനെ ഒരു അഭിഷിക്തനാക്കി മാറ്റിയെങ്കിൽ, ഇന്ന് ദൈവം നിന്നെക്കുറിച്ച് പദ്ധതിയുണ്ട്. ഇന്ന് പകൽ ആത്മാവിനകത്തറിയണ, നീ വാടിപ്പോകല്ലേ, നീ വാടിപ്പോകല്ലേ. അബ്രഹാമിനെ ഏകനായി വിളിച്ചുവെങ്കിൽ, അബ്രഹാമിനെ ഏകനായി ദൈവം വിളിച്ചുവെങ്കിൽ, അവനെ അനുഗ്രഹിച്ചെങ്കിൽ, ഇന്ന് പകൽ നിന്റെ അകത്ത് വെളിപ്പെട്ട് പറഞ്ഞോണം, അവനെ അനുഗ്രഹിച്ച പോലെ തന്നെ. അതുകൊണ്ട് പറഞ്ഞു, നീതിയെ പിന്തുടരുന്നവരും യഹോവയെ അന്വേഷിക്കുന്നവരുമായുള്ളവരെ കേൾപ്പീൻ. നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും നിങ്ങളെ കുഴിച്ചെടുത്ത ഖനിഗർഭത്തിലേക്ക് തിരിഞ്ഞു നോക്കീൻ. നിങ്ങളുടെ പിതാവായ അബ്രഹാമിനെ, ആമീൻ, നിങ്ങളെ പ്രസവിച്ച സാറായിലേക്ക് തിരിഞ്ഞു നോക്കുവിൻ. ഞാൻ അവനെ വിളിച്ചത് ഏകനായിട്ടാ. ഇന്ന് പകൽ ആ ഒരു ബോധ്യം നിങ്ങളുടെ അകത്ത് വരണം. അയ്യോ, ഞങ്ങളുടെ കുടുംബക്കാരെ ആരെയും വിളിച്ചില്ലല്ലോ, എന്നെയാണല്ലോ വിളിച്ചത്. ഇന്ന് വിളിച്ചത് അനുഗ്രഹിക്കപ്പെടാനാ. ഇന്ന് വിളിച്ചത് അനുഗ്രഹിക്കപ്പെടാൻ. എത്ര പേര് ആമീൻ പറയുന്നുണ്ട്? അങ്ങനെയുള്ളവർ മാത്രം ഒന്ന് കണ്ണടച്ചേ. ഹല്ലേലൂയ. ദൈവം വിളിച്ചത് ഒരനുഗ്രഹത്തിലേക്കാണ്. റാം തൽക്കോറിയാന്തല കൗഡമന. കർത്താവ് എന്നെ വിളിച്ചത് ഒരനുഗ്രഹത്തിലേക്കാണ്. യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, അങ്ങയുടെ വാക്കിനെ ഞാൻ വിശ്വസിക്കുക. അങ്ങനോട് പറഞ്ഞത് എൻ്റെ ജീവിതത്തിൽ കെട്ടുപോകാതെ, അങ്ങനോട് പറഞ്ഞത് നഷ്ടപ്പെട്ടു പോകാതെ ഞാനതിനെ വിളക്കുപോലെ സൂക്ഷിക്കും. യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, ഇന്ന് പകലിൽ അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഇടപെട്ടതിന് പ്രകാരം കർത്താവേ, ഒരനുഗ്രഹത്തിലേക്ക് ഞങ്ങളെ വിളിച്ചെന്ന് ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുക. അങ്ങയുടെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളുടെ മേൽ അങ്ങ് അഭിഷേകം ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തെ കർത്താവേ, ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നപ്പാ, പുതുവാതിലുകളെ തുറന്ന് ദൈവം മാനിച്ച് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുതങ്ങൾ നടക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിടുതലുകളെ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ അത്ഭുതകരം നീട്ടിയതിനായി സ്തോത്രം. ഈ കർത്താവ് ഇവരൊരു അനുഗ്രഹമായി മാറട്ടെ. അത് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി